ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്നിവിടെ മാതൃക ഹിന്ദു കുടുംബം എന്നാണ് വിഷയം വെച്ചിട്ടുള്ളത്. വളരെ പ്രസക്തമായ ഗൗരവതമമായി നമ്മൾ ഒത്തുചേർന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു പ്രഭാഷണത്തിലല്ല, രണ്ട് പ്രഭാഷണത്തിലല്ല, ദിവസങ്ങളോളം നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. നോക്കൂ, ഈ ലോകത്തിൽ എത്രയോ പ്രാചീന സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്ര എന്നെണ്ണി പറയാൻ അറിയില്ല. പലതിനെക്കുറിച്ചും ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട്, പലതിനെക്കുറിച്ചും പഠിക്കാറുമില്ല. പൊതുവെ നമ്മൾ ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചോ റോമൻ സംസ്കാരത്തെക്കുറിച്ചോ ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തെക്കുറിച്ച്, ബാബിലോണിയൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. എന്നാൽ മായൻ, ഇങ്കോ അങ്ങനെ അധികം പഠിക്കാറില്ല. കുറച്ചൊക്കെ മനസ്സിലാക്കാറുണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലായാലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായാലും അതിപ്രാചീനങ്ങളായ ഒട്ടനവധി സംസ്കാരങ്ങളുണ്ടായിരുന്നു. കേവലം ഭാരതത്തിലല്ല, ചൈന ഇന്ന് നിലകൊള്ളുന്ന പ്രദേശത്തല്ല, എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു അത്ഭുതകരമായ നിരീക്ഷണം, ഈ പ്രാചീന സംസ്കാരങ്ങൾക്കൊക്കെയും സമാനതയുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലോകത്തിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ, പരിശോധിച്ചു കഴിഞ്ഞാൽ, ഈ വക പ്രാചീന സംസ്കാരങ്ങളൊന്നും നിലനിൽക്കുന്നതായി കാണുന്നില്ല. തകർന്ന് മണ്ണടിഞ്ഞ ആയിരക്കണക്കിന് ക്ഷേത്രാവശിഷ്ടങ്ങൾ കാണാം ഗ്രീസിൽ പോയാൽ. ശേഷിച്ച വട്ട ശ്രീകോവിലിൻ്റെയും ചതുര ശ്രീകോവിലിൻ്റെയും സഭാമണ്ഡപങ്ങളുടെയൊക്കെ വലുപ്പം കാണുമ്പോൾ, അവ നിർമ്മിക്കപ്പെട്ട ശിലകളുടെ മഹത്വം മനസ്സിലാക്കുമ്പോൾ, മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ചെറിയ ചെറിയ പ്രതിമകളെ കാണുമ്പോൾ, നമ്മോട് സംസാരിക്കുകയാണോ എന്ന് തോന്നുന്ന അത്ര ജീവനുള്ള പ്രതിമകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കാലഘട്ടത്തിൽ അവിടെ നിലനിന്ന സംസ്കാരത്തിൻ്റെ മഹിമയെക്കുറിച്ച്. പക്ഷെ എല്ലാം നശിച്ചു. നശിച്ചു എന്നുള്ളതിനേക്കാൾ നല്ല വാക്ക് നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതിനാണ്.
ആരാണ് അതൊക്കെ നശിപ്പിച്ചത്? അഥവാ എങ്ങനെ നശിക്കാനിട വന്നു? ഇതന്വേഷിക്കുന്ന സമയത്ത് ഇവിടുത്തെ നോട്ടീസിൽ നാളത്തെ വിഷയം കാണുന്നുണ്ട്, ധർമ്മവും മതവുമെന്ന്. ആ വിഷയത്തിലേക്കാണ് നമ്മൾ എത്തുക. മതങ്ങളാണ് നശിപ്പിച്ചത്. മതാധിഷ്ഠിത അധിനിവേശ ശക്തികളാണ് നശിപ്പിച്ചത്. ഒരു സംശയമില്ലാതെ പറയാം, സംസ്കാരത്തെ നശിപ്പിക്കുന്നത് മതങ്ങളാണ്. ഈ മതാധിഷ്ഠിത ശക്തികൾ ഭാരതത്തിലേക്ക് കുടിയേറിയില്ലേ? അധിനിവേശം ചെയ്തില്ലേ? ചെയ്തെന്ന് മാത്രമല്ല, നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ചു. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു. ഈ ക്ഷേത്ര ആചാരങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സ്വാമി, ദക്ഷിണ ഭാരതത്തിലല്ലേ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉള്ളൂ? മറ്റൊക്കെ അകത്തു പോയിട്ട് ആൾക്കാർ തന്നെ പൂജ ചെയ്യുന്നു, ക്ഷേത്രത്തിൻ്റെ രീതി തന്നെ വേറെയാണ്. എന്താ കാരണം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദക്ഷിണ ഭാരതം ഒഴിച്ച് മറ്റെല്ലായിടത്തും ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളിൽ വിരലിലെണ്ണാവുന്ന മാത്രമേ പ്രാചീനമുള്ളൂ. എല്ലാത്തിനെയും തകർത്തതാ മുസ്ലിം ഭരണകാലത്ത്. പിൽക്കാലത്ത് പുതുതായി വന്നതാണ്. ആ ഒരു പരമ്പര നഷ്ടപ്പെട്ടു പോയതാണ്. വിരലിലെണ്ണാവുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ മധ്യ ഉത്തര ഭാരതത്തിൽ മൊത്തത്തിലുള്ളൂ. ക്ഷേത്രങ്ങൾ, പ്രാചീന ക്ഷേത്രങ്ങൾ എണ്ണി നോക്കിക്കോളൂ, അപ്പോൾ കാണും. ഇത്രക്കേറെ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു, സന്യാസിമാർ ഹിംസിക്കപ്പെട്ടു. ഇതൊക്കെ ചെയ്തിട്ടും മറ്റ് പ്രദേശങ്ങളിൽ ഏതാനും ദശകങ്ങളെ കൊണ്ട്, ഏതാനും വർഷങ്ങളെ കൊണ്ട് അവിടെയുണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളെ മുച്ചൂടും നശിപ്പിക്കാൻ സാധിച്ചവർക്ക് എന്തുകൊണ്ട് ഭാരതത്തെ നശിപ്പിക്കാൻ സാധിച്ചില്ല? ഈ ഭാരതീയ സംസ്കൃതിയെ, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ചു നിലനിർത്തിയത് ആരാണ്? ഈ ഒരു ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്താനുള്ള അന്വേഷണം നമ്മൾ ചെയ്തേ മതിയാവും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, മറ്റൊരു പ്രദേശത്തും ഇല്ലാതിരുന്ന സവിശേഷതയാർന്ന, വിശിഷ്ടതയാർന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഈ സനാതന ധർമ്മത്തെ സംരക്ഷിച്ചു വന്നു. ഏതാണ് ആ സംഘടന? ഏതാണ് ആ പ്രസ്ഥാനം? ഒരു സംശയമില്ലാതെ പറയാം, കുടുംബമാണ്. കുടുംബം. ഇത് പറയുന്ന സമയത്ത് ചിലരെങ്കിലും സംശയിച്ചേക്കാം, എന്താ ഈ സ്വാമി ഇങ്ങനെ പറയുന്നേ? മറ്റ് പ്രദേശങ്ങളിൽ കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും, അഥവാ ഒന്നിലധികം സ്ത്രീകളും പുരുഷനും, അഥവാ ഒന്നിലധികം പുരുഷന്മാരും സ്ത്രീയും എല്ലാം ഒത്തൊരുമിച്ച് ജീവിക്കുമ്പോണ്ടാവുന്ന സ്വാഭാവികമായി ഉരുത്തിരിയുന്നൊരു കുടുംബം ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ജനിക്കുന്ന മക്കളെ സംരക്ഷിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ ഉയർന്ന പദവികളിൽ എത്തിക്കാൻ പരിശ്രമിക്കുകയും ലോകത്തിലെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിമഹനീയമായൊരു യജ്ഞഭാവനയിൽ കുടുംബത്തെയും കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങുകളെയും നോക്കിക്കണ്ടുകൊണ്ട് മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങൾ നൽകുന്ന ജീവിത വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർത്തെടുക്കപ്പെട്ടൊരു കുടുംബ വ്യവസ്ഥ ആശയങ്ങളോടൊപ്പം ആദർശങ്ങളെ
തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സ്വാഭാവികമായി പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ, അത് ഭാരതത്തിൻ്റെ മാത്രം സമ്പത്താണ്. ഈ കുടുംബമാണ് ആചരണങ്ങളെ, മൂല്യങ്ങളെ, ആശയങ്ങളെ, ആദർശങ്ങളെയൊക്കെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകി ഈ ധർമ്മത്തെ സംരക്ഷിച്ചു പോകുന്നത്. ഒരു സംശയമില്ലാതെ പറയാം, ഭാരതം നിലനിൽക്കുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ഭാരതത്തെ നിലനിർത്തുന്നത് കുടുംബങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തെ നശിപ്പിക്കണോ? വേറെ എന്ത് നശിപ്പിച്ചിട്ടും പ്രയോജനമില്ല. കുടുംബം നശിപ്പിക്കപ്പെട്ടോ ഭാരതം നശിക്കും. ഇത് പറയുന്ന സമയത്താണ് ഈ ഒരു വിഷയത്തിൻ്റെ പേര് കാണുമ്പോൾ ഏറെ വ്യാകുലത തോന്നുന്നത്. വ്യാകുലത തോന്നുന്നതെന്ന് പറയുമ്പോൾ നിത്യവും നിരന്തരവും സമൂഹവുമായി ബന്ധപ്പെട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ ദുഃഖകരമാണ് ഇന്ന് കുടുംബങ്ങളെ ഏറെ കാണുന്നില്ല. വലിയൊരു വ്യാകുലതയാണ്. ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ചിദാനന്ദപുരി സ്വാമി ഇതേ വിഷയം പ്രസംഗിക്കുകയാണെങ്കിൽ പറയുമായിരുന്നു, നമ്മുടെ കൂട്ടുകുടുംബങ്ങളൊക്കെ പോയി, അണുകുടുംബങ്ങളാണ് ഇന്നുള്ളത്, അതിൻ്റെ ഗുണങ്ങളും നമുക്കുണ്ട്, അതിൻ്റെ ദോഷങ്ങളും നമുക്കുണ്ട് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു ഒരു 10-35-30 വർഷം മുമ്പ്. പക്ഷെ ഇന്ന് പറയാറില്ല, ഇന്ന് പറയില്ല. എന്തുകൊണ്ടെന്നാൽ അണുകുടുംബങ്ങളെ ഞാൻ കാണുന്നില്ല. വലിയ വലിയ വീടുകൾ കാണുന്നുണ്ട്, അതിൽ പുരുഷൻ, സ്ത്രീ, കുട്ടി ഞാൻ കാണുന്നുണ്ട്. പക്ഷെ കുടുംബം കാണുന്നില്ല. എന്ത് ചെയ്യാനാ? എവിടെ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലേ? എവിടെയും കുടുംബങ്ങളില്ലെങ്കിൽ നമ്മൾ ഇന്നിവിടെ നിലനിൽക്കില്ല. നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ട് കുടുംബമുണ്ട്. പക്ഷേ ബാക്കി പറയണ്ടല്ലോ. വ്യക്തികൾ ധാരാളമുണ്ട്, സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്, അമ്മ, അച്ഛൻ ഒക്കെ ഉണ്ട്. പക്ഷെ കുടുംബം വിരളമായിരിക്കുന്നു, വളരെ വിരളമായിരിക്കുന്നു. ഇത് നമ്മുടെ ധർമ്മവ്യവസ്ഥയുടെ നാശത്തിലേക്കുള്ള പോക്കാണ്. അതുകൊണ്ട് നിരാശരാവുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഒന്നും നേരെയാവില്ല എന്നും പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇനിയെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമാധിക്യം ചെയ്ത് എങ്ങനെയൊക്കെ കുടുംബങ്ങളെ സംരക്ഷിക്കാം, എങ്ങനെ കുടുംബ മൂല്യങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം, ഇതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെയാണ് ഈ വിഷയത്തിന് പ്രസക്തി വരുന്നത്. വലിയ കെട്ടിടങ്ങളുണ്ടായാൽ സിമൻറ്റ്, ചുമര്, കമ്പി, മരം, ഗ്ലാസ്, ഇരുമ്പ് ഒന്നുകൊണ്ടും കുടുംബം ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലെങ്കിലും കുടുംബം ഉണ്ടാവും. ഈ രാജ്യം, രാഷ്ട്രം ഇവ തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ, രാജ്യം ഇല്ലെങ്കിൽ പോലും രാഷ്ട്രം നിലനിൽക്കും എന്നുള്ളതിന് നമ്മുടെ മുമ്പിലെ ജീവിക്കുന്ന ദൃഷ്ടാന്തമാണ് ഇസ്രായേൽ. അനേക ശതകങ്ങൾ രാജ്യമില്ലാതെ അവർ രാഷ്ട്രത്തെ സൂക്ഷിച്ചു. പിന്നീട് അവർക്ക് രാജ്യവും ഉണ്ടായി, രാഷ്ട്രവും ഉണ്ടായി. അത് വേറെ വിഷയം. പറഞ്ഞു വന്നത്, വീടില്ലെങ്കിലും കുടുംബം ഉണ്ടാവും. ആ കുടുംബത്തെ നിലനിർത്താൻ നമ്മുടെ ഭാഗത്തുനിന്ന് കുറേയും കൂടി ജാഗ്രത ആവശ്യമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത്? ഒരു സന്ദേഹമില്ലാതെ പറയാം, അതിനെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങളും
അതിനനുസൃതമായ ആചരണ പദ്ധതിയും. ഇവ രണ്ടും വേണം. ഇവ രണ്ടിൻ്റെയും അടിസ്ഥാനഭൂതമായിട്ട് കൂട്ടിച്ചേർക്കുന്നതായിട്ട് സ്നേഹം നിലകൊള്ളുന്നു. ഈ സ്നേഹം എന്നുള്ളത് സ്നിഗ്ധത നൽകുന്നത്. ഇനി അതിൻ്റെ കേവല അർത്ഥം പറയുകയെന്ന് വെച്ചാൽ എണ്ണ, തൈലം എന്നൊക്കെ പറയാം സ്നേഹത്തിന്. വൈശേഷികകാരന്മാർ സ്നേഹലക്ഷണം പറയുക പിണ്ഡീകരണ ഹേതു എന്നാ. പിണ്ഡീകരണ ഹേതു സ്നേഹം. ഏതെങ്കിലും ധാന്യത്തിൻ്റെ മാവ്, ഗോതമ്പ് പൊടി, അരിപ്പൊടി ഒന്ന് ഊതിയാൽ പറന്നുപോയി. എന്നാൽ സ്നേഹം ചേർന്ന് കഴിഞ്ഞാൽ അതൊന്നായി. അവിടെ സ്നേഹം വെള്ളമാകട്ടെ, എണ്ണയാകട്ടെ, നെയ്യാകട്ടെ, എന്തോ ആകട്ടെ. ഇതുപോലെ പലതിനെ ഒന്നാക്കി പിണ്ഡമാക്കി നിർത്തുന്നതാണ് സ്നേഹം. ഇപ്പം എന്താണ് കുടുംബത്തിൻ്റെ അടിത്തറ? ഒരു സംശയമില്ലാതെ പറയാം, സ്നേഹമാണ്. സ്നേഹം എപ്പോഴും പങ്കുവെക്കലുണ്ടതിൽ. സ്നേഹത്തിൻ്റെ സ്വാഭാവികമായ ഭാവമാണ് പങ്കുവെക്കൽ. അപ്പം ഈ ഒരു പങ്കുവെക്കലും സ്നേഹവും ഉണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ അടിത്തറയായി. അവിടെ എന്തൊക്കെ ലോപം നമുക്ക് വന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ കുറേ സ്വാർത്ഥങ്ങളെ, തൻ്റെ താല്പര്യങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പുണ്ടാവേണ്ടി വരും. നോക്കൂ, ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായിട്ട് സത്യം, ധർമ്മം, സ്വാധ്യായം എന്ന് 3 അടിക്കല്ലുകളെ പറയാറുണ്ട്. ഈ 3 അടിക്കല്ലുകൾ തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ കുടുംബങ്ങളെയും നിലനിർത്തുന്നത്. ഈ ഒരു ഭാവത്തിൽ, അതായത് സത്യം, ധർമ്മം, സ്വാധ്യായം എന്നിവയിൽ ഉറച്ചുകൊണ്ട് വേണം കുടുംബം നിലനിൽക്കേണ്ടതും വളരേണ്ടതും എന്ന് മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ട് ആചരണങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആ ആചരണങ്ങൾ വരുമ്പോൾ ഗൃഹസ്ഥാശ്രമിയാണ് ഞാൻ, ഗാർഹസ്ഥ്യം ആശ്രമമാണ് എന്ന കാഴ്ചപ്പാട് വരും. നമുക്ക് ഗൃഹസ്ഥന്മാരാവണ്ട, ഗൃഹസ്ഥാശ്രമികളായാൽ മതി. ഗൃഹസ്ഥനും ഗൃഹസ്ഥാശ്രമിയും വലിയ വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടോടുകൂടി സത്യധർമ്മ സ്വാധ്യായങ്ങളിൽ ഉറച്ച് അതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാവുന്ന ആചാര പദ്ധതിയിൽ കഴിയുമ്പോഴാണ് നമ്മൾ ഗൃഹസ്ഥാശ്രമിയാവുന്നത്. അല്ലെങ്കിൽ ഗൃഹസ്ഥനെയാവൂ. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാരാ? ഗൃഹേ തിഷ്ഠതി ഇതി ഗൃഹസ്ഥ. വീട്ടിലിരിക്കുന്നവനാരോ അവനാണ് ഗൃഹസ്ഥൻ. വീട്ടിൽ വസിക്കുന്നവൻ ഗൃഹസ്ഥൻ, കാട്ടിൽ വസിക്കുന്നവൻ വനസ്ഥൻ. ഇത്രയേ ഉള്ളൂ. ആരൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഗൃഹസ്ഥന്മാരായിട്ട്? ആരൊക്കെ ഉണ്ടാവും? നമ്മുടെ വീട്ടിൽ എത്ര ഗൃഹസ്ഥന്മാരുണ്ട്? സ്വാമി, ഞാനും എൻ്റെ പത്നിയും, അല്ലെങ്കിൽ ഞാനും എൻ്റെ പതിയും, പിന്നെ ഒരു മുക്കാ കുട്ടിയും. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരിക്കലുമല്ല. എത്ര പാറ്റകളുണ്ടാവും, എലികളുണ്ടാവും, ഇല്ലേ? കൊതുക്, ഉറുമ്പ്, ആരൊക്കെ ഉണ്ട് ഗൃഹസ്ഥന്മാരായിട്ട്? ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? അപ്പം നമ്മുടെ വീട്ടിൽ, കേശവൻ്റെ വീട്ടിൽ ഒരു എലി വീടുണ്ടാക്കി സകുടുംബം താമസിക്കുക എന്ന് വിചാരിച്ചോളൂ. ആ എലി തൻ്റെ കൂട്ടുകാരനെ ഒരു തേയില സൽക്കാരത്തിന് വിളിക്കുക. എന്താ വിളിക്കുക? നീ ചായ കുടിക്കാൻ കേശവൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണോ വിളിക്കുക, അല്ല എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണോ വിളിക്കുക? എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ് വിളിക്കുക, അല്ലേ?
അല്ല, എന്താ അഭിപ്രായം? വാടക കൊടുക്കണോ അവർക്ക്? ടാക്സ് അടയ്ക്കണോ? ഒന്നുമില്ല. ഇതൊന്നുമില്ലെങ്കിൽ എൻ്റെ എന്നുള്ള അഭിമാനമുണ്ട്. അത് ആ കൂടിൻ്റെ നേർക്ക് നമ്മൾ ഒന്ന് ആക്രമിക്കാൻ പോയാൽ മതി, അപ്പം കാണാതെ എതിർക്കണത്, അതിൻ്റെ പ്രതിരോധം. തൻ്റെ വാസസ്ഥാനം നശിപ്പിക്കപ്പെടും എന്ന് കാണുമ്പോൾ അതിനോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും, നശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള അതിൻ്റെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന് മമത്വം നല്ലപോലെ ഉണ്ട്. ഇതുപോലെ നമ്മളും വീട്ടിൽ താമസിച്ചിട്ട് എന്ത് കാര്യമുള്ള? അപ്പം മനസ്സിലാക്കണം, ഞാൻ ഗൃഹസ്ഥ ആശ്രമിയാണ്. ഗാർഹസ്ഥ്യം ഒരാശ്രമമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ദുര്യോഗം, ഇന്നിപ്പോൾ ഇവിടെ എവിടെ ആശ്രമമുള്ളത്? പാലക്കാട് എവിടെയൊക്കെ ആശ്രമമുള്ളത്? ഉടനെ എണ്ണുകയായി. ഇവിടെ ചിന്മയ മിഷൻ്റെ ഉണ്ട്, അമൃതാനന്ദ മഠത്തിൻ്റെ അപ്പുറത്തുണ്ട്, പിന്നെ അപ്പുറത്ത് ദയാനന്ദ ആശ്രമത്തിൻ്റെ ഉണ്ട്, അപ്പുറത്ത് ശിവാനന്ദ ആശ്രമത്തിൻ്റെ ഉണ്ട്, ഇല്ലേ? അപ്പം നമ്മളിതൊന്നും ആശ്രമമല്ലേ? ഞങ്ങളത് വീടല്ല സ്വാമി. അപ്പോൾ സന്യാസിമാർ താമസിക്കുന്ന ഏതോ ഇടമാണ് ആശ്രമമെന്ന് തെറ്റിദ്ധരിക്കത്തക്ക അധപ്പതനം നമുക്ക് വന്നു കഴിഞ്ഞു. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുക, നമ്മുടേതൊക്കെ ആശ്രമമാണ്. ആശ്രമ്യന്തി അസ്മിൻ ഇതി ആശ്രമം. ആ പൂർവകമായ ശ്രമ തപസ്സി എന്ന ധാതുവിൽ നിന്നാണ് ആശ്രമ ശബ്ദം സിദ്ധമാകുന്നത്. ആ എന്ന ഉപസർഗത്തിന് അതുവരെ, പൂർണ്ണമായി എന്നൊക്കെയാണ് അർത്ഥം. അതുവരെ ആ സാഗരം പോയി എന്നുവെച്ചാൽ കടൽ വരെ പോയി എന്നർത്ഥം. ആ സേതു ഹിമാചലം എന്ന് പറയാറുണ്ട്, പൂർണ്ണമായി. ഇപ്പം സേതു മുതൽ ഹിമാചലം വരെയുള്ള പൂർണ്ണമായ ഭൂപ്രദേശമാണ് ആ സേതു ഹിമാചലം. അതേസമയത്ത് ആ സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം വരെ എന്നാണ് അർത്ഥം. ഇതാണ് ആ ഉപസർഗത്തിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ. ശ്രമധാതുവിന് തപസ്സെന്ന അർത്ഥം. ഇപ്പം ജീവിത ലക്ഷ്യപ്രാപ്തി വരെ പരിപൂർണമായി തപസ് ചെയ്യാനുള്ള ഘട്ടമാണ് ആശ്രമം. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം. ആശ്രമങ്ങൾ 4. സത്യം, ധർമ്മം, സ്വാധ്യായം എന്നിവ എല്ലാവർക്കും ഉള്ളതാണ്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്ന് ഭേദമില്ല, എല്ലാവർക്കും ഉള്ളതാണ് സത്യം, ധർമ്മം, സ്വാധ്യായം. അതിൽ ധർമ്മം എന്നുള്ളത് മാത്രം മാറും. ഇപ്പോൾ ബ്രഹ്മചാരിയുടെ ധർമ്മമാവില്ല ഗൃഹസ്ഥന്, ഗൃഹസ്ഥൻ്റെ ധർമ്മമാവില്ല വാനപ്രസ്ഥന്, വാനപ്രസ്ഥൻ്റെ ധർമ്മമല്ല സന്യാസിക്ക്. ധർമ്മം എല്ലാവർക്കും ഉണ്ട്, ധർമ്മം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ധർമ്മം പ്രധാനമായിട്ട് പഠിക്കുക, പഠിക്കുക, പഠിക്കുക. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് വസിക്കുന്ന കേരളം എവിടെ എത്തി നിൽക്കുന്നു? സ്വന്തം സഹപാഠിയെ കെട്ടിയിട്ട് 2 ബെൽറ്റുകൾ പൊട്ടുന്നത് വരെ അടിച്ച് 3 ദിനരാത്രങ്ങളൊരു തുള്ളി വെള്ളം ആ വയറിലേക്ക് എത്താൻ അനുവദിക്കാതെ ഇടിമുറിയിലിട്ട് കൊല്ലുന്നത് വിദ്യാർത്ഥി ധർമ്മം. അതാണ് ഇന്നത്തെ കേരളം. അവിടെ അന്ധമായ രാഷ്ട്രീയ തിമിരം കൊണ്ട് പ്രതികരിക്കാൻ പോലും സാധിക്കുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. വേണ്ടവർ, വല്ലാത്തൊരു ദുരവസ്ഥയാണ് നമ്മുടേത്, ദുരവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, വിദ്യാർത്ഥിയുടെ ധർമ്മം പഠിക്കുക, പഠിക്കുക, പഠിക്കുക എന്നുള്ളതാണ്. എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ 2 പഠിക്കണ്ടോ, 3ാമതൊന്ന് പഠിക്കണ്ട. എന്താ ഈ 2? എന്തിന് ജീവിക്കണം എന്നും എങ്ങനെ ജീവിക്കണം എന്നും, അത് മതി. വേറെന്താ വേണ്ടേ? എന്തിന് ജീവിക്കണമെന്നുള്ളത് ജീവിത ലക്ഷ്യബോധത്തെ ആണ് കാണിക്കുന്നത്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മാർഗബോധത്തെയാണ്. ഈ എങ്ങനെ എന്നുള്ളതിലാണ് സമാജം, വ്യക്തി
അവ തമ്മിലുള്ള പാരസ്പര്യം, തൊഴിലുകൾ, ഭാഷകൾ എല്ലാം വരുന്നത്, സാഹിത്യം, കല എല്ലാം വരുന്നത്, കായികം, അതൊക്കെ എങ്ങനെ എന്നുള്ളതിൻ്റെ വിശദീകരണത്തിലാണ്. അപ്പം ഈ രണ്ട് വിഷയങ്ങളെ പഠിക്കേണ്ട. എങ്ങനെ എന്ന് വ്യക്തമായ ബോധമുണ്ടെങ്കിൽ ഒഴുക്കിൽപ്പെട്ടവരാകില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പം, നമ്മുടെ മക്കൾ ഒഴുക്കിൽപ്പെട്ടവരാകുന്നു. ഒഴുക്ക് ആർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നോ അതിലങ്ങ് പെട്ടുപോകും. രാഷ്ട്രീയക്കാർക്കാണ് ഒഴുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നത്, അതിലങ്ങ് പെടും. അല്ല, മറ്റു ചില മൂവ്മെൻറ്റ്സ് ഉണ്ട്, ആർക്കാണോ ഒഴുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് അതിൽ പെട്ടുപോകുന്നതാണ് നമ്മുടെ കുട്ടികളുടെ ദുരവസ്ഥ. വിദ്യാഭ്യാസ വിഷയം പോലും അങ്ങനെയാണ്. നമ്മൾ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കാറുണ്ട്. നല്ല മാർക്ക് കിട്ടി 10ാം ക്ലാസ് പാസ്സാവുന്നവരിൽ ഭൂരിഭാഗവും സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാൻ പോകും. സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ച് നല്ല മാർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ചോദ്യമില്ല, ഒട്ടനെ ഒരു മെഡിസിൻ, എൻജിനീയറിങ് എൻട്രൻസിന് പോവുക, അതിന് കോച്ചിങ്ങിനാണ്. മോളെ എന്തിനാ പഠിക്കുന്നേ? ഞാൻ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനൊരു കോഴ്സ് ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതെന്ത് കോഴ്സാണ് മോളെ? അല്ല സ്വാമി, ഞാൻ നീറ്റ് എഴുതി കിട്ടിയില്ല, എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക. എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്നേ? എത്രാമത്തെ പ്രാവശ്യം റിപ്പീറ്റ്? അവസാനം കുറ്റബോധം വന്ന് സ്വയം ശപിച്ച് കുറച്ച് വിഷമോ അല്ലെങ്കിൽ തൂങ്ങാനൊരു കയറോ. ഒഴുക്കിൽപ്പെട്ടവരാവരുത്. എന്താണ് എൻ്റെ ലക്ഷ്യം, എന്താണ് എൻ്റെ മാർഗം എന്ന തിരിച്ചറിവ് ഒരു ശാരീരിക പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു കുട്ടിക്ക് നേടാൻ കഴിയണം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ക്രമത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അല്ലാണ്ട് ഒഴുക്കിൽ പെട്ടുകഴിഞ്ഞാൽ എന്താ ഉണ്ടാവണത്? എല്ലാവരും പോയിട്ട് ഡോക്ടറാവുക, എല്ലാവരും പോയിട്ട് എൻജിനീയർ ആവുക. അപ്പം മറ്റു മേഖലകളിലും നമുക്കാരും വേണ്ടേ? ഇതൊരു കഷ്ടം. ഒഴുക്കപ്പെട്ടവരാവുകയാണ്. ഒരു കാഴ്ചപ്പാട് വേണ്ടേ? ഇന്നതാണ് എൻ്റെ ജീവിതം, ഇന്നതിനാണ് എൻ്റെ ജീവിതം, ഇന്നതാണ് എൻ്റെ ലക്ഷ്യം. അത് നൽകാൻ അധ്യാപകർക്ക് കഴിയണം, അത് നൽകാൻ അമ്മയ്ക്ക് കഴിയണം, അത് നൽകാൻ അച്ഛന് കഴിയണം. നാനാ തുറകളിൽ മികവുള്ളവരായി നമ്മുടെ മക്കൾ ഉയരണം. ശരി, എന്താണ് എൻ്റെ മാർഗം എന്ന് ഉറച്ചു. എൻ്റെ മാർഗം സന്യാസമാണ്. ശരി, അയാൾക്ക് സന്യാസിയാവാം. എൻ്റെ മാർഗം ഗാർഹസ്ഥ്യമാണ്. അയാൾക്ക് വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. ഈ തരംതിരിവ് ബ്രഹ്മചര്യത്തിന് ശേഷമാണ്. സമൂഹത്തിൽ അനേക ലക്ഷം പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ സന്യാസിയാവാൻ, അനേക ലക്ഷം പേരിൽ. അപ്പോൾ ബഹുസമൂഹത്തോട് പറയേണ്ടത് ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചാണ്. മറ്റൊന്നവിടെ ആവർത്തിച്ചേ മതിയാവും. ഈ രണ്ട് മാർഗങ്ങളിലും അധികാരികളാണ് പ്രവർത്തിക്കേണ്ടത്. നിവൃത്തി മാർഗത്തിന് അധികാരി നിവൃത്തി മാർഗത്തിൽ ശോഭിക്കും, പ്രവൃത്തി മാർഗത്തിന് അധികാരി പ്രവൃത്തി മാർഗത്തിൽ ശോഭിക്കും. എല്ലാം നല്ലതാണ്. ചിലർക്ക് സംശയം ഉണ്ടാവും, എന്തിനാ സ്വാമി ഗൃഹസ്ഥാശ്രമമൊക്കെ പറയേണ്ട സമയത്ത് ആദ്യം തന്നെ കയറി സന്യാസം പറയുന്നേ? പ്രവൃത്തി നിവൃത്തി എന്ന് രണ്ട് വഴികളാണ് സനാതനധർമ്മം. ദ്വിവിധോഹി വേദോക്തോ ധർമ്മ പ്രവൃത്തി ലക്ഷണോ നിവൃത്തി ലക്ഷണശ്ച എന്ന് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായി പറഞ്ഞു തരും. ഏത് വഴിക്കും പോകാൻ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഞാൻ അതിന് യോഗ്യനാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായിട്ടുള്ള ജീവിതമായിരിക്കണം. ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹവും ഒരു സംശയമില്ലാതെ പറയാം വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന 1, 2, 3 കാര്യങ്ങളെ മാത്രമേ ഇവിടെ പറയാൻ നോക്കൂ. അത്രയും സമയം അനുവദിക്കൂ. ഏറ്റവും ആദ്യം പറയട്ടെ, സന്താനം. ഉപനിഷത്തിൽ ആവർത്തിക്കുന്നു. ഉപനിഷത്തിൽ വേണമെങ്കിൽ ഒന്നും കൂടി ആവർത്തിക്കാം. ഉപനിഷത്തിൽ
ധർമ്മോപദേശം ചെയ്യുന്ന സന്ദർഭത്തിൽ സത്യം, ധർമ്മം, സ്വാധ്യായം എന്ന അടിസ്ഥാന ശിലകളെ ഉപദേശിച്ച ശേഷം കുടുംബധർമ്മത്തെപ്പറ്റി പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ പറയുന്നത് പ്രജാതന്തും മാ വ്യവച്ഛേത്സീഹി എന്നാണ്. പ്രജാതന്തുവെ, സന്തതി പരമ്പരയെ നീ ഛേദിക്കാതിരിക്കൂ എന്നാണ്. സന്താന പരമ്പര ഛേദിക്കാതിരിക്കൂ. അപ്പം വിവാഹം കഴിക്കുന്നതിൻ്റെ വലിയ ഒരു ലക്ഷ്യം തന്നെ സന്താന പരമ്പരയാണ്. സന്താനം എന്ന് പറഞ്ഞാൽ സ്വാമി എനിക്കൊരു കുട്ടിയുണ്ട്, ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്, അതുകൊണ്ട് സന്താനമായിക്കൊള്ളണമെന്നില്ല. എനിക്ക് 10 കുട്ടികളുണ്ട് സ്വാമി, എന്നാലും സന്താനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സന്താനവും കുട്ടിയും രണ്ടും രണ്ടാ. അത് പ്രജാതന്തും എന്നാണ് പറയുന്നത്. തന്തു ശബ്ദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സന്താനം, തന്തു എന്നെല്ലാം പറയുമ്പോൾ തന് വിസ്താരേ എന്നുള്ള ധാതുവിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടാവുന്നത്. ഏത് സത്യധർമ്മങ്ങളെ നമ്മുടെ പിതൃപിതാമഹന്മാരായി പാലിച്ച് ആചരിച്ചു പോന്നുവോ അതിൻ്റെ പിന്തുടർച്ച ഉറപ്പ് വരുത്തുന്ന കുട്ടികളെ സന്താനമാക്കൂ. ആ കുട്ടികളെ ഉണ്ടാക്കണം, ഉണ്ടാവരുത്. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് പോകുന്ന നമ്മുടെ മക്കൾക്ക് വ്യക്തമായ ബോധം നമ്മൾ നൽകണം. മക്കളെ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവരുതേ, കുട്ടികളെ നിങ്ങൾ ഉണ്ടാക്കണം. രണ്ടും രണ്ടാ. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കാമചേഷ്ടയുടെ ബൈ പ്രോഡക്റ്റ് അല്ല കുട്ടി, ധർമ്മചിന്തയുടെ പ്രോഡക്റ്റാ. കാമം വേണ്ട, കാമചേഷ്ട വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാൻ ചിദാനന്ദപുരി സ്വാമിക്ക് അധികാരമൊന്നുമില്ല. കാമം മനുഷ്യൻ്റെ ഭാഗമാണ്. ആ കാമചിന്തയുടെ പൂരണത്തിന് വേണ്ടിയുള്ള ലൈംഗിക ചേഷ്ടകൾ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സന്താനോൽപാദനം അല്ലാത്ത ലൈംഗിക ചേഷ്ടയൊന്നും പാടില്ല എന്നൊന്നും പറയുന്നില്ല. അതൊക്കെ സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ വേണ്ടി വരും. പക്ഷേ സന്താനങ്ങൾ അതിൽ നിന്ന് ആകസ്മികമായി ഉണ്ടായി പോകരുത്. ഇത് പറയുമ്പം ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഒന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. ഋഷീശ്വരന്മാർ നമുക്ക് ഉപദേശിച്ച അവശ്യ കർമ്മങ്ങളിൽപ്പെട്ട നൈമിത്തിക കർമ്മങ്ങളിൽ ആദ്യം മാനിക്കേണ്ടുന്ന ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നാമത്തത് ഗർഭാധാന സംസ്കാരമാണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രയാണ്? ഗർഭാധാന സംസ്കാരം എന്ന് പറഞ്ഞാൽ യഥാക്രമം ധാർമ്മികമായി വിവാഹം കഴിച്ചതിന് ശേഷം അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോടു കൂടി ഉചിതങ്ങളായ ദൈവീക കർമ്മങ്ങളെ ചെയ്ത ശേഷം ഉചിതമായ തിഥിയിൽ പതിയും പത്നിയും നല്ല സന്താനമുണ്ടാകണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് സംയോഗം ചെയ്യുന്നതാണ് ഗർഭാധാനം. അതാണ് ഒന്നാമത്തെ സംസ്കാരം. 16 സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരം അതാ. അപ്പം എത്ര പ്രാധാന്യം ആചാര്യന്മാർ കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് കാമത്തിൻ്റെ ഉപോത്പന്നമാവരുത് മക്കൾ, ധർമ്മത്തിൻ്റെ ഉത്പന്നമാകണം. നല്ല സന്താനം ഉണ്ടാവണേ, തേജസ് ഉണ്ടാവണേ, ഓജസ് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പതിയും പത്നിയും സമാഗമിക്കണം. അപ്പോഴാണ് കുട്ടികൾ ഉണ്ടാക്കൽ എന്നുള്ളത് നടക്കും. അപ്പം നടന്നുവോ? ഇല്ല, ഒരു തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ദിവസം പരംപൂജ്യ സ്വപ്രഭാനന്ദ സ്വാമികൾ ഇവിടെ ഈ ദീപം ജ്വലിപ്പിക്കുകയാണ്. സ്വതവേ തന്നെ നല്ല സുഖകരമായ കാറ്റുള്ള സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെ കൈ കൊണ്ടൊക്കെ മറച്ച് വെച്ച് അതിനെ സംരക്ഷിച്ച് കെട്ടുപോകാതെയൊക്കെ ആയി. എങ്ങനെയാണ് കത്തിച്ച് കഴിഞ്ഞില്ല, അതിനു മുമ്പ് ആ കേസ് എടുത്തിട്ടു സംരക്ഷിക്കാൻ വേണ്ടി. അതെ, അല്ലാതെ കെട്ട കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല, അവിടെ നിന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു കേസ് വെച്ചു, ഒരാവരണം വെച്ചു. ഗർഭാധാനം മാത്രം കൊണ്ട് സന്താനം ഉത്പാദിപ്പിക്കപ്പെടില്ല.
പിന്നെ ആ ഗർഭിണി ഗർഭചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടി സച്ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനാപൂർവമായ മനസ്സോടുകൂടി ആ ഗർഭത്തെ പോഷിപ്പിക്കണം. ഒരു ഗർഭിണി ജീവിക്കുന്ന ചുറ്റുപാട് വിദ്യാലയം പോലെയോ ദേവാലയം പോലെയോ പരിശുദ്ധമായിരിക്കണം. അതാണ് പൂർവാചാര്യന്മാർ പറഞ്ഞു തന്നത്. പറയാനിപ്പോൾ പേടിയാ. കാരണം ദേവാലയങ്ങളിലൊക്കെ പ്രകമ്പനമായിപ്പോൾ മെഗാ ഗാനമേളയും എന്താണ് ഗംഭീര കരിമരുന്ന് പ്രയോഗവും ഒക്കെ ആയിട്ട് അലസിപ്പോവും ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള ഗർഭിണികൾ. അതുകൊണ്ട് ഏതെങ്കിലും ഗർഭിണികളുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വിട്ടുപോകണം എന്നാണ് പറയേണ്ടത്. ഇനി അലസിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് നാഡീവ്യവസ്ഥയ്ക്ക് തകരാറ്, ജനിച്ച ശേഷം മാരകമായ മസ്തിഷ്ക പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളായിരിക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടിലുള്ളവർ. നേരെ മറിച്ച് ശരിയായ ക്ഷേത്രമാണെങ്കിൽ, ശാന്തമായ അന്തരീക്ഷത്തോടു കൂടി പ്രാർത്ഥനകൾ നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ, അതുപോലെ വിദ്യാലയമാണെങ്കിൽ, അതെങ്ങനെയാണോ രണ്ടും ചേർന്ന അന്തരീക്ഷം അതുപോലെയായിരിക്കണം ഗർഭിണി വസിക്കുന്ന അന്തരീക്ഷം. അവിടെ നല്ല വാക്കുകളെ ഉണ്ടാവാൻ പാടുള്ളൂ, നല്ല ചിന്തകളെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഗർഭിണി ഗർഭത്തെ ഭാവിപ്പിക്കുകയാണ്. സാ ഭാവയിത്രീ, ഉപനിഷത്ത് പറയും, അവൾ ഭാവയിത്രീ, ഭാവിപ്പിക്കുന്നവളാ. അതുകൊണ്ട് ഭാവയിതവ്യ, കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞിൻ്റെ കർത്തവ്യമാണ് അമ്മയെ പോഷിപ്പിക്കുക. എന്താ കാരണം? തന്നെ ഗർഭത്തിൽ പോഷിപ്പിച്ചവളാ. ഈ സമയത്താണ് കുഞ്ഞിൽ സച്ചിന്തകളുടെ ബീജം കൊടുക്കേണ്ടത്, സന്താനമാക്കാനുള്ള പരിശ്രമം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗർഭിണിയാണെന്ന് ഏത് ദിവസം അറിഞ്ഞോ അന്നു മുതൽ നല്ല നാമജപങ്ങൾ ചെയ്യാം, വിശേഷിച്ച് സഹസ്രനാമങ്ങൾ ചെയ്യാം. ഒരു അശ്ലീലമായിരിക്കുന്നൊരു ശബ്ദം ആ ചുറ്റുപാടിൽ ഉണ്ടാവരുത്. ശാന്തമായ സാഹചര്യത്തിൽ ജീവിക്കുക. ഗർഭിണിക്ക് ഒരു ക്ലേശവും മറ്റുള്ളവർ കൊടുക്കരുത്. എപ്പോഴും ഒരു സാന്ത്വനത്തിൻ്റെ സ്പർശം അവൾ അനുഭവിക്കണം. അതിനാണ് ഈ ഷോഡശ സംസ്കാരങ്ങളിൽ പുംസവനം സീമന്തോന്നതിനൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. പത്നിയുടെ ഗർഭത്തിൽ സ്പർശിച്ചുകൊണ്ട് പതി പറയണം, നാം ഗർഭം വഹിക്കുന്നു, ഞാൻ ഗർഭം വഹിക്കുന്നു. ഗർഭത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെയും അറുതി വരുത്തുക മാത്രമല്ല, മാനസികമായി വലിയൊരു ഒരു 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 താങ്ങ് കൊടുക്കുകയാണ്. ഞാനുണ്ട്, നമ്മൾ രണ്ടും ഒന്നിച്ചല്ലേ ഈ ഭാരമൊക്കെ വഹിക്കുന്നേ. ആ കാഴ്ചപ്പാടാണ് പതി പത്നി ബന്ധം. ചിന്തിക്കുക. അങ്ങനെ സത്സംസ്കാരം കുട്ടിയിൽ വളരുകയാണ്. ഭ്രൂണത്തിലിരിക്കും, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയിൽ ഇതൊന്നും കൊടുക്കാണ്ട് ഈ പോരും എന്തൊക്കെയാ സീരിയലുകളെന്ന് പറഞ്ഞാൽ തന്നെ എന്തൊക്കെയാണെന്നറിയില്ല. ചില അമ്മമാർ, അച്ഛന്മാർ, മുത്തശ്ശന്മാർ ഒക്കെ പരസ്പരം എന്നിട്ട് അവളെന്ത് ചെയ്തു, എന്തുണ്ടായി, അവൾ എന്താ വിഷയം നോക്കുമ്പോൾ തലേന്നത്തെ സീരിയൽ അന്ന് നഷ്ടമായിപ്പോയി. ഈ ഉപദ്രവം പിടിച്ച ചിദാനന്ദപുരിസ്വാമി സന്ധ്യയ്ക്ക് തന്നെയാണ് പ്രഭാഷണം വെച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റത് ഒഴിവാക്കേണ്ടി വന്നു. അപ്പം അടുത്ത പ്രാവശ്യം പോയി കാണുമ്പോൾ ഇതിൻ്റെ കണക്ഷൻ കിട്ടണമല്ലോ. അതിനാ ചോദിക്കണം, അവളെന്ത് ചെയ്തു, അമ്മായിയമ്മേനെ കൊന്നോ, മരിച്ചോ, എന്താ ഉണ്ടായത്? അവൾ വിഷം വെച്ചെടുത്ത് ഞാൻ കണ്ടു, അതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെയാ കാണുന്ന ഗർഭിണി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ ഉണ്ടാവുക? പിന്നെ ഈ പുറത്തേക്ക് വരുന്ന സന്താനം എന്താ ചെയ്യുക? നാളെ അത് അമ്മയ്ക്ക് വിഷം കൊടുത്താൽ കുറ്റം സന്താനത്തിൻ്റെ ആണോ, അല്ല ഈ സംസ്കാരം കൊടുത്ത ഗർഭിണിയുടേതാണോ? തമാശ പറയല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ് പറയുന്നത്. അങ്ങനെ പ്രസവിച്ചു, കുഞ്ഞ് പുറത്തേക്ക് വന്നു. 5 വയസ്സ് വരെയുള്ള പ്രായം വളരെ കരുതലോടുകൂടി ഉത്തമമായ മാതൃകയായി ജീവിക്കാൻ അമ്മയ്ക്കും അച്ഛനും മറ്റുള്ളവർക്കും കഴിയണം.
ശ്രേഷ്ഠങ്ങളായ സന്ദേശങ്ങൾ ആ കുട്ടിക്ക് ലഭിക്കണം. കാരണം ആ കുഞ്ഞ് നിരന്തരം പഠിക്കുകയാണ്, നിരന്തരം പഠിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന സ്കൂളിൽ പോയി ചേർത്താലാ പഠിക്കണമെന്നാണ്. അല്ല, ആദ്യ ഘട്ടത്തിലാണ് പഠിക്കുന്നത്. അവിടെയാണ് ഒന്നാമത്തെ ഗുരു അമ്മ, അടുത്ത ഗുരു അച്ഛൻ. ഇത് വളരെ സങ്കടമാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതം. പലപ്പോഴും അമ്മയുടെ അച്ഛൻ്റെ ഒരു 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 സാന്നിധ്യം പോലും കിട്ടാതെ ഓടുകയാണ്. നിങ്ങൾ എന്തിനിങ്ങനെ ഓടുന്നത്? ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കളൊന്ന് കാണട്ടെ നിങ്ങളെ. വലിയ സങ്കടം തോന്നും. ചോദിച്ചാൽ പറയും ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ടാണ് കഠിനമായി കഷ്ടപ്പെടുന്നത്. മക്കൾക്ക് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് പണമൊന്നും ഉണ്ടാക്കണ്ട, ഒരു പണവും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ട. മറിച്ച് മക്കൾക്ക് വളരുന്ന ഘട്ടത്തിൽ സാന്നിധ്യം കൊടുക്കൂ, സ്നേഹം കൊടുക്കൂ, തിരിച്ചറിവ് കൊടുക്കൂ. ഞാനുണ്ട് മോനെ, ഞാനുണ്ട് മോളെ നിൻ്റെ കൂടെ എന്ന് കൊടുക്കൂ. അത് മതി. ഏതെങ്കിലും ഒരാൾ അമ്മയുടെ ധർമ്മം ചെയ്യുക. രണ്ടുപേരും ദയവ് ചെയ്ത് ജോലിക്ക് പോകരുത്. ചിലർക്ക് തോന്നും ഈ ചിദാനന്ദപുര സ്വാമി കാലം മാറി ജനിച്ച ആളാ, ഇതൊരു 100-200 കൊല്ലം മുമ്പ് ജനിക്കേണ്ടത് ബ്രഹ്മാവിനെ കണക്കുകൂട്ടൽ തെറ്റിയിട്ട് വൈകി വന്നതാ, ഇന്നത്തെ കാലത്തിന് യോജിക്കുന്ന ആളല്ല എന്നൊക്കെ ചിലർക്കൊക്കെ തോന്നുന്നുണ്ടാവും. ഉണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല. നമുക്ക് പറയാനുള്ള പറയും. ഏതെങ്കിലും ഒരാൾ അമ്മയുടെ ധർമ്മം നിർവഹിച്ച് വീട്ടിലുണ്ടാവുക കുട്ടിയുടെ കൂടെ. അത് അമ്മയായ ഏറെ നന്ന്. പറയുമ്പോഴത്തേക്ക് ചില ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകാർ ചാടി വീഴും. നിങ്ങൾ സ്ത്രീ വിരുദ്ധനാണെന്ന് പറയും. ഒരു സ്ത്രീ വിരുദ്ധനും അല്ല. ഒരു ദിവസം ഒരു കുഞ്ഞ് വല്ലാതെ കരയുകയാണ്. കരഞ്ഞ് 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 വിയർത്ത്. അമ്മ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കരച്ചിലില്ലാണ്ടാക്കാൻ. അച്ഛൻ കഴിയണത് ശ്രമിക്കുന്നുണ്ട്. കരയല്ലേ, അത് ഇത് മറ്റത് മറിച്ചത് എന്തൊക്കെയോ ബഹളങ്ങൾ വെക്കുന്നുണ്ട് ഈ രണ്ടുപേരും. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അമ്മ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ആളാണെന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ച് ആ വിഷയങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഈ കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, ആ കുഞ്ഞിനെ ഒന്ന് നെഞ്ചോട് കൂടി ചേർത്ത് വയ്ക്കേ. വേറൊന്നും വേണ്ട. നീ ഇപ്പോൾ പാല് കൊടുക്കാൻ ശ്രമിക്കണ്ട. നീ ഇപ്പോൾ കിളുകിളി ശബ്ദം ഉണ്ടാക്കിയിട്ട് കുട്ടീൻ്റെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കണ്ട. നീ നെഞ്ചോടൊന്ന് ചേർത്ത് അമർത്തി പിടിക്ക്. 5 മിനിറ്റ് നേരം. 1 മിനിറ്റ് കൊണ്ട് കുട്ടി കരച്ചിൽ നിർത്തി. എന്താ സ്വാമി അങ്ങനെ? അതങ്ങനെയാ. ഗർഭത്തിൽ വെച്ച് ഏതൊരു ഹൃദയ താളവുമായിട്ടാണോ താൻ സമരസപ്പെട്ടത്, ആ ഹൃദയ താളം അനുഭവിക്കാൻ സാധിക്കണം കുഞ്ഞിന്. അത് നൽകാനുള്ള കഴിവ് അമ്മയ്ക്ക് വേണം. ഈ പറയുന്ന പ്രസ്താവം സ്ത്രീവിരുദ്ധമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഭ്രൂണം പാകപ്പെട്ട ശേഷം അയാൾ വഹിച്ചോട്ടെ. അയാളുടെ വയറ്റിലൊരു കാവിറ്റി ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുക. ടെക്നോളജി അത്രയ്ക്കൊക്കെ പുരോഗമിച്ചിട്ടുണ്ടല്ലോ. അതിനെന്താ വിരോധം? ആരുടെ ഹൃദയ താളമാണോ ഗർഭത്തിൽ വെച്ച് ആ കുഞ്ഞ് സമന്വയിപ്പിച്ചത് തന്നിലേക്ക്, ആ സ്പർശം ലഭിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മ തന്നെ അമ്മയാവണതാണ് നല്ലത്. ഇനി ഒട്ടും വയ്യ സ്വാമി, വരുമാനം കൂടിയ തൊഴിൽ എനിക്കാ, അപ്പോൾ എന്നാൽ പിന്നെ അച്ഛനമ്മയായിക്കോട്ടെ. ഏതെങ്കിലും ഒരാൾ തീരുമാനിക്കണം. നിങ്ങൾ ഇത് പറയുന്നത് ഏത് ലക്ഷ്യത്തിലാണെന്നുള്ളത് ഒന്ന് ഓർമ്മിക്കുക. നമ്മുടെ സമാജത്തിൻ്റെ അടിത്തറ കെട്ടാതെ ചുമരും കോൺക്രീറ്റും കെട്ടിയിട്ട് കാര്യമില്ല. അടിത്തറ ഭദ്രമാണെങ്കിൽ ചുമര് ഇല്ലെങ്കിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അടിത്തറ ഇല്ലാതെ എത്ര മനോഹരമായി പെയിൻ്റ് അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല. അത് തകർന്ന് മറിഞ്ഞ് വീഴും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ 5 വയസ്സ് വരെ ശ്രദ്ധിച്ചാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അത് കഴിഞ്ഞിട്ട് അത്രയും ശ്രദ്ധിക്കാതെ നിങ്ങൾ സാക്ഷാൽ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഒരു ഗുണവുമില്ല. സാന്ദീപനി വിദ്യാലയത്തിലല്ല, സാക്ഷാൽ സാന്ദീപനി മഹർഷിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടും ഗുണമില്ല. ഇതിന് നമുക്ക് സമയമുണ്ടാവണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി. നോക്കൂ, ചിദാനന്ദപുര സ്വാമി നല്ല ആളാന്നൊന്നും പറയുന്നില്ല, ചീത്ത ആളാന്നും പറയുന്നില്ല. ഞാനാ, ഞാൻ നല്ലതുമല്ല, ഞാൻ ചീത്തയല്ല. പക്ഷെ ഒന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാം.
ഒരുപാട് ഗുരുനാഥന്മാരുടെ അടുത്ത് കേൾക്കാനും അവരുടെ അനുഗ്രഹങ്ങൾ നേടാനും ഒക്കെ സാധിച്ചു. ജീവിതത്തിൽ സന്തോഷപൂർവ്വം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. അത് സന്യാസിമാരാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, എല്ലാം ഉണ്ട്. ഇനി ജീവിതത്തിലൊരു ഘട്ടമുണ്ടായിരുന്നു, ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂൾ പഠനത്തിൽ 9, 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലം. വായന 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 വായന. ആ കാലഘട്ടത്തിൽ എത്രായിരം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. നോവലുകൾ, കവിതകൾ, സാഹിത്യങ്ങൾ, സെക്സ്, മറ്റേ കമ്മ്യൂണിസം, അത് ഇത് ആയിരക്കണക്കിന്. ഇതൊക്കെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞ് പല നമ്മുടെ ഇതിഹാസങ്ങൾ, പുരാണങ്ങളിലൂടെയൊക്കെ കുറേയൊക്കെ കടന്നു പോയിട്ടുണ്ട്. കുറേയൊക്കെ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ ഇന്നും ഒരു പൊതുവേദിയിലൊരു കഥ പറയുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ലാതെ പറയാം, കൊച്ചു കുഞ്ഞായപ്പോൾ അമ്മമ്മയിൽ നിന്ന് കേട്ടതാ. തുറന്ന് പറയാൻ ഒരു മടിയുമില്ല. മഹാഭാരതം സ്വാമി വായിച്ചില്ലേ? വായിച്ചു. അല്ലെങ്കിൽ പുരാണങ്ങൾ, ശിവപുരാണം വായിച്ചില്ലേ? വായിച്ചു. ഭാഗവതം വായിച്ചില്ലേ? വായിച്ചു. സ്കന്ദപുരാണം വായിച്ചില്ലേ? വായിച്ചു. പക്ഷെ കഥ വരുന്നതൊന്നും വായിച്ചതല്ല. അത് കൊച്ചു കുഞ്ഞാവുമ്പോൾ ഉണർത്താൻ വേണ്ടി അമ്മമ്മ പറഞ്ഞു തന്ന ഉറക്ക കഥകളാ. ഉറക്കാനാന്നാ വിചാരിച്ചത്. കാരണം രാത്രി ഉറക്കാൻ നേരത്തെ ഈ കഥ തീരൂലല്ലോ. ഈ മുത്തശ്ശി കഥയുടെ സ്വഭാവം അതാണല്ലോ, തീരില്ലല്ലോ. ബാക്കി നാളെയാണല്ലോ, അതിൻ്റെ ബാക്കി പിറ്റേന്നാണല്ലോ, അതിൻ്റെ ബാക്കി പിറ്റേന്നാണല്ലോ. രാജാവുണ്ടാവും, അങ്ങനെ പല നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരിടത്തൊരു രാജ്യമുണ്ട്, രാജാവുണ്ടായിരുന്നു, അതുണ്ട്, ഇത് തന്നെയാണ് എല്ലാം തുടങ്ങുക. പക്ഷെ അത് പോയി ഏതെല്ലാം തലങ്ങളിലൂടെ പോകും. ആ കഥകളിലൂടെ എന്തെല്ലാം മൂല്യങ്ങൾ നേടും. ഇന്നും ആ കഥകളെ ഓർമ്മ വരാറുള്ളൂ. ഇത് നമ്മുടെ മക്കൾക്ക് അന്യമായി പോകുന്നു. ചെറിയ വിഷയമല്ല സ്വാമി. ഇതൊക്കെ ലോകത്തിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ടോ? എന്നാൽ മറ്റു രാജ്യങ്ങളെ പോലെയൊക്കെ തന്നെ മതിച്ച ഒരു പ്രശ്നമില്ല. ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഭാരതത്തിൻ്റെ സവിശേഷമായ ധർമ്മം ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിച്ച സംസ്കൃതി, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ ഏക സംസ്കൃതി, ഇതിൻ്റെ മഹിമ നിലനിൽക്കണം എന്നുണ്ടെങ്കിലായി പറയണത്. അല്ലെങ്കിൽ വേണ്ട. അല്ലാതെ അമ്മയെ കാണുമ്പോൾ ഹായ്, അത്രേ ഉള്ളൂ വെച്ചാ പ്രശ്നമൊന്നുമില്ല. അച്ഛനെ കണ്ടു, രണ്ടുപേരും തമ്മിൽ വേദാന്ത ക്ലാസ്സിന് വരുന്ന ആളാ, വരേണ്ട ആളാ, പങ്കെടുക്കുന്ന ആളാ. അപ്പോൾ അയാൾ വന്ന് കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ വേറൊരു കാറ് തുറക്കാൻ വരികയാണ്. ഉടനെ ഇയാൾ ഹായ് ഹായ് ഹൗ ആർ യു കഴിഞ്ഞു. ഓ ദാറ്റ് ഇസ് മൈ ഫാദർ. ഓ സന്തോഷം. ഇത്ര മതിച്ച പ്രശ്നമല്ല, അനുഭവ പറയണത്. അപ്പോൾ രണ്ടുപേരും അന്ന് കാണുക, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം അച്ഛനും മകനും കാണുക. അപ്പോൾ അച്ഛനും ചിദാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണത്തിന് വന്നു, മകനും ചിദാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണത്തിന് വന്നു. കണ്ടുമുട്ടുന്നത് കാർ പാർക്കിംഗ് ഏരിയയില്ല. അപ്പം മകൻ അച്ഛനോട് പറഞ്ഞത് ഹായ് ഹായ്, തിരിച്ചു ഹായോ ഫൈൻ, കഴിഞ്ഞു. ഇതുപോലെ മതിയോ നമുക്ക്? ഇത് ഇവിടെ നിന്നല്ലേ, മറ്റൊരു രാജ്യത്തു നിന്നാണ്. ഇതുപോലെ മതിയോ നമുക്ക്? നമുക്കൊരു പ്രശ്നമില്ല. അതല്ല എങ്കിൽ ശ്രദ്ധിക്കണം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കാൻ വൈകിയാൽ അടിത്തറ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുടുംബത്തിൽ ആദ്യം ഈ സന്താനം എന്നുള്ളതാണ്. അനന്തരം സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുതേ. സത്യാന്ന പ്രമദിതവ്യം, ധർമാന്ന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം, ഭൂത്യൈന പ്രമദിതവ്യം എന്നൊക്കെ ഉപദേശിക്കും. എന്ത് പ്രലോഭനം വന്നാലും പ്രേരണ വന്നാലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുതേ. ഒരു കാരണവശാലും അസത്യം പറയരുതേ. ഒരു കാരണവശാലും അസത്യം പറയരുത്. ആര് നിർബന്ധിച്ചാലും അസത്യം പറയരുത്.
ഈ അസത്യം പറയരുത് എന്ന് പറഞ്ഞാൽ സത്യമൊക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ? കഴിയുന്നതും സത്യം പറയരുത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിയുന്നതും സത്യം പറയണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും ആ സത്യം പറയരുത്. സത്യമേ പറയാവൂ, സത്യമേ പറയാവൂ. ചിലർക്ക് സംശയം ഉണ്ടത്, എന്താ ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പറയണേ, കഴിയുന്ന സത്യം പറയണ്ടെന്നേ. പക്ഷെ ഒരു കാരണവശാലും കള്ളം പറയരുത്. നിന്നെ കൊല്ലും ഞാൻ, നീ കള്ളം പറയണമെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾ കൊന്നോളൂ, ഞാൻ കള്ളം പറയില്ല എന്ന ദൃഢത വേണം. പിന്നെ സത്യം പറയണത് ആവശ്യത്തിനനുസരിച്ച് സാഹചര്യം നോക്കി വേണോ വേണ്ടയോ, ഞാൻ സത്യം പറഞ്ഞാൽ കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പം നമ്മളൊക്കെ സത്യം പറയാൻ പുറപ്പെട്ടു എന്ന് വിചാരിച്ചോളൂ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ തകരും. കാരണം പതി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പത്നി വന്ന് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്താ പരിഹാരം എന്ന് ചോദിച്ചിട്ടുണ്ടാവും. പത്നി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പതി വന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് എത്ര സ്നേഹബന്ധമുള്ളവരാണെങ്കിലും നമ്മൾ പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തകരും. അപ്പം ആവശ്യമാണ്. അതുകൊണ്ടാണ് സത്യം വദ എന്നുള്ളതിന് ഭാഷ്യം എഴുതുന്ന ഭഗവാൻ ഭാഷ്യകാരൻ യഥാപ്രമാണ അവഗതം യത് വക്തവ്യം തദ്വദ എന്ന് പറഞ്ഞത്. പ്രമാണത്തിനനുസരിച്ച് മനസ്സിലാക്കിയത് പറയേണ്ടതാണെങ്കിൽ പറഞ്ഞോളൂ. അത് ചിന്തിക്കണം, പറയേണ്ടതാണോ അല്ലയോ എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ ഒരു കാരണവശാലും അസത്യം പറയരുത്. ഇതാണ് മുഖ്യം. ധർമാന്ന പ്രമദിതവ്യം എന്ന് പറയുമ്പോൾ നിത്യ നൈമിത്തിക കർമ്മങ്ങളെ കുശലതയോടുകൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. നിത്യകർമ്മങ്ങൾ ഏറ്റവും പ്രധാനം പഞ്ചമഹായജ്ഞങ്ങളാണ്. ഓരോ ഗൃഹസ്ഥനും അവശ്യം പാലിച്ചിരിക്കണം പഞ്ചമഹായജ്ഞങ്ങൾ. പഞ്ചമഹായജ്ഞങ്ങൾ നടക്കാതെ ഒരു വീടുണ്ടാവരുത്. ദിവസവും ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ചെയ്യുന്നത് അടുത്ത തലമുറ കാണണം, അവർക്ക് മാതൃകയാവണം. എന്താ അത്? ജീവിച്ചിരിക്കുന്ന അവനവൻ്റെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവം സേവിക്കുക, ശുശ്രൂഷിക്കുക. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക നിർബന്ധമാണ്. സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, സ്നേഹത്തിനനുസൃതമായ സേവ വരണം. അപ്പം സ്നേഹാദരപൂർവം ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ സേവിക്കുന്നു, അത് മക്കൾ കാണുകയും കൂടി വേണം. മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതും മക്കൾ കാണണം, മക്കൾ അറിയണം. പിതൃയജ്ഞമാണ്. ദിവസവും അല്പസമയമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കണം. അല്പസമയം അതിനു വേണ്ടി നീക്കി വെക്കണം. ആർക്കെങ്കിലും സമയമില്ല എന്ന് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. സമയമില്ല പറഞ്ഞോളൂ. ആർക്കാ സമയമില്ലാത്ത? ആരെങ്കിലും ഉണ്ടോ? 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു 24 മിനിറ്റെങ്കിലും നമുക്കിത് നീക്കി വെച്ചൂടെ? ഇല്ല. എന്തെങ്കിലും ഇന്നതെന്ന് പറയണില്ല. നമുക്ക് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളില്ലേ? നമുക്കെന്താ ഒരു കിതാബാ ഉള്ളത്? അല്ലല്ലോ, ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളില്ലേ? വേദ വൈദിക ശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണ ഭക്തിതന്ത്ര മന്ത്ര ശാസ്ത്രങ്ങൾ, ഇവയിലൊക്കെയുള്ള ആശയങ്ങൾ അനേകം ആചാര്യന്മാർ സുലളിതമായി പ്രതിപാദിച്ച വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ എന്തെങ്കിലും ഒന്ന് ദിവസവും അല്പസമയം വായിക്കുക മതി. അതിലടങ്ങിയ ആശയങ്ങളെ അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക. ഇത്രയും ചെയ്താൽ ഋഷിയജ്ഞമായി, അഥവാ ബ്രഹ്മയജ്ഞം
രണ്ട് യജ്ഞയെ ദിവസവും അഗ്നിഹോത്രം ചെയ്യുക. ആർക്കും ചെയ്യാൻ അധികാരമുണ്ട്. ലളിതമായ ഹോമം എല്ലാവർക്കും ചെയ്യാൻ അധികാരമുണ്ട് വീടുകളിൽ. ചിലർ പറയും, സ്വാമി ഹോമം ചെയ്യാൻ തിരുമേനിമാരെ കിട്ടണില്ല, എന്താ ചെയ്യുക? എടാ നിൻ്റെ മേനി എന്താന്ന് ഞാൻ ചോദിക്കാറുണ്ട്. തിരുമേനി അങ്ങനെ വല്ല മേനിയും ഉണ്ടോ? ഇപ്പം നിൻ്റെ മേനി എന്താ? പുണർന്ന് പെറുമെല്ലാവരും. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, സ്ത്രീ പുരുഷന്മാർ പുണർന്നിട്ട് തന്നെയാണ് എല്ലാവരും പെറുന്നത്. അല്ല, അതിലല്ലാത്ത വല്ല ഗർഭമുണ്ടോ? അറിയില്ല. അതുകൊണ്ട് പഠിക്കുക. എല്ലാവർക്കും യജ്ഞം ചെയ്യാൻ അധികാരമുണ്ട്, എല്ലാവർക്കും ഹോമം ചെയ്യാൻ അധികാരമുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസം അവിടെ ഇല്ല. അതുപോലെ മന്ത്രോപാസനകൾ ദിവസവും ശാന്തമായ അന്തരീക്ഷത്തിൽ തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ഉതകുന്ന സന്ദർഭം ഏതാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ പറയണത് എന്തുകൊണ്ടാച്ചാ, രാവിലെ സൂര്യോദയത്തിന് ഇത്ര മണിക്കൂർ മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വിഷമമുണ്ടാവും. അതുകൊണ്ടാണ് ഓരോ വ്യക്തിക്കും ശാന്തമായി മനസ്സിനെ ചേർക്കാൻ കഴിയുന്ന സമയത്ത് മന്ത്രജപം ചെയ്യുക. കുറച്ച് നേരം മതി, ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇഷ്ടമുള്ള മന്ത്രം ജപിച്ചോളൂ, ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുക. സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലുള്ളവരൊന്ന് ഒത്തുചേർന്ന് നാമം ജപിക്കുക. വീട്ടിലുള്ളവർ ഒത്തുചേർന്ന്. ആ കുട്ടികളോട് ജപിക്കാൻ പറയരുത്. അച്ഛനും അമ്മയും ജപിച്ച് കാണിച്ചു കൊടുക്കണം. അവനവൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഒന്ന് പോയി ഉപാസിക്കുക. ഇവിടെ ഈ മഹാക്ഷേത്രമുണ്ട്, ഒന്ന് പോയി ഉപാസിക്കുക. എവിടെ അടുത്ത് നമ്മളെ ചുറ്റുപാടിൽ എല്ലായിടത്തും ഉണ്ടാവും ക്ഷേത്രങ്ങൾ, ഒന്ന് പോയി ഉപാസിക്കുക. ഈ സമൂഹത്തിൽ അനേക കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളുണ്ട്. നമ്മളാൽ കഴിയുന്ന സേവ ചെയ്യുക. അവനവൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്തവരെ ഒന്ന് ഓർമ്മിക്കുക. അവനവൻ ആരോഗ്യത്തോടു കൂടി ഓടി ഒരു കാര്യക്രമത്തിന് പോകുമ്പോൾ സഞ്ചരിക്കാൻ കഴിവില്ലാത്തവരെ ഒന്ന് ഓർമ്മിക്കുക. മഹാഭാവി മുജ്ജന്മ കർമ്മഫലമാണെന്നും പറഞ്ഞിരിക്കാതെ നമ്മളാൽ കഴിയുന്ന സേവ ചെയ്യുക. വിശക്കുന്നവന് ഭക്ഷണമാണോ, ദാഹിക്കുന്നവന് വെള്ളമാണോ, രോഗിക്ക് ഔഷധമാണോ? ഇനി ഇതൊന്നുമല്ല, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്ന ആൾക്കൊരു സാന്ത്വന സ്പർശം, വെറുതെ പോയി അടുത്ത് 5 മിനിറ്റ് ഇരുന്നാൽ മതി, വേറൊന്നും വേണ്ട. ഒന്ന് ചെയ്യൂ. ഇത്രയൊക്കെ ചെയ്താൽ അത് ദൈവ യജ്ഞമാണ്. യജ്ഞം 3 നമ്മൾ താമസിക്കുന്നതിന് ചുറ്റുമുള്ള അനേക ജന്തുക്കളും സസ്യങ്ങളും ഉണ്ട്. എല്ലാവരെയും ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക. സ്നേഹിക്കാൻ, ഒന്നിനെ ഉപദ്രവിക്കാതിരിക്കുക. ഇത് പറയുമ്പം പാലക്കാട്ടുകാരോട് കുറച്ചധികം പറയേണ്ടി വരും. പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമാവും. വല്ലാത്ത മഹാപാതകം ഇവിടെ ഏറെ കാണുന്നുണ്ട്. പറമ്പ് മുഴുവൻ അടിച്ചു വാരിക്കൂട്ടി തീയിടുക. ഒരലയും കാണാൻ പാടില്ല, എവിടെയും ഒക്കെ അടിച്ചു വാരി തീയിടുക. ദയവ് ചെയ്ത് ചെയ്യരുത്, ദയവ് ചെയ്ത്. ഭൂമിയുടെ പുതപ്പാണത്. മറ്റ് സസ്യങ്ങൾക്കുള്ള ജലവും ഭക്ഷണവുമാണത്. അതെ സ്വാമി, മുറ്റത്തൊക്കെ വന്ന് ഇഴജന്തുക്കൾ കൂടും സ്വാമി. എടേ, മുറ്റൊഴിവാക്കിയിട്ട് ബാക്കിയിട്ടൂടെ? പറമ്പ് മുഴുവൻ അടിച്ചു വാരി കത്തിക്കുക. എല്ലായിടത്തും കാണുന്നു. പല സ്ഥലത്തും ഇങ്ങനെ പോകുമ്പോൾ എല്ലായിടത്തും പുക. അല്ലെങ്കിൽ തന്നെ അന്തരീക്ഷം മലിനമാണ്. അവിടെ നമ്മളും കൂടി കത്തിച്ചിട്ട് പുക ഉണ്ടാക്കുക. സ്വാമി, വെണ്ണീറിൻ്റെ ഔഷധ ഗുണം സ്വാമിക്ക് അറിയില്ല, അതുകൊണ്ടാ. എടേ, വെണ്ണീറിൻ്റെ ഔഷധ ഗുണത്തിൻ്റെ 10,000 ഇരട്ടിയാണ് ഇലകൾ ചീഞ്ഞ് ഭൂമിയുടെ സ്വാഭാവിക ഉർവരത. ഈ ഇലകളൊരു പുതപ്പായിട്ട് മണ്ണ് കിടന്നു കഴിഞ്ഞാൽ അതിനടിയിൽ ധാരാളം ബാക്ടീരിയകളുടെ പ്രവർത്തനം വരും. അവരാണ് ഭൂമിക്ക് ഉർവരത കൊടുക്കുന്നത്.
അതിനെ മുഴുവൻ കത്തിച്ചു കളിയാണ് നമ്മൾ തീയിട്ട് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ചെയ്യരുത്, ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ്. പല സ്ഥലത്തും കാണുന്നോണ്ടായി പറയണത്. ദേഹം വൃത്തിയാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ ഭൂമി വൃത്തിയാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ കളിക്കണം ഗ്രൗണ്ടാണ്, അവിടെ വൃത്തിയാക്കി അത് വേണം, ഇത് തന്നെയാണ് വൃത്തി. നേരെ മറിച്ച് പറമ്പിൽ വൃത്തി എന്താ? ഇലകൾ കിടക്കണതാ വൃത്തി. ചിന്തിക്കുക. സമീപം ഒരു വൃക്ഷം നിൽക്കണുണ്ടോ എന്ന് പോലും നോക്കാണ്ട് നമ്മൾ തീയിടും. അത് പൂത്തു നിൽക്കുന്ന വൃക്ഷമാണോ കൊലച്ചതാണോ എന്ന് പോലും നോക്കാണ്ട് നമ്മൾ തീയിടും. അവരുടെയൊക്കെ നൊമ്പരം എത്രയുണ്ടാവുക? നമുക്ക് കാണാൻ അവർക്ക് സംസാരിക്കാൻ കഴിയണില്ല എന്ന് വെച്ചിട്ട് അവർക്ക് ദുഃഖമൊന്നും ഇല്ലേ? പറഞ്ഞു മാത്രം. ചെടികൾക്ക് വെള്ളം കൊടുക്കുക. പട്ടി, പൂച്ച, കാക്ക, കോഴി വ്യത്യാസമില്ല, എല്ലാവർക്കും നമ്മളാൽ കഴിയുന്നത് കൊടുക്കുക. സ്നേഹം അത് മാത്രം മതി. ഭൂതയജ്ഞം, അതാണ് ഭൂതയജ്ഞം. നമുക്ക് ഭൂതയജ്ഞത്തിൻ്റെ മഹിമയ്ക്ക് ഒരു ദൃഷ്ടാന്തം പറയാം. നമ്മളിവിടെ എപ്പോഴും പത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്, തെരുവ് പട്ടി കടിച്ചു, ആള് പരിക്കേറ്റു, മരിച്ചു, മറ്റത് മറിച്ചതുമൊക്കെ. കേരളത്തിലുള്ള തെരുവ് പട്ടികളുടെ ഒരു 20 ഇരട്ടിയെങ്കിലും ഉണ്ട് ഗുജറാത്തിൽ. നമ്മളെല്ലാ മാസവും ഗുജറാത്ത് പോകുന്ന ആളാണ്. ഇതിൻ്റെ ഒരു 20 ഇരട്ടി തെരുവ് പട്ടികൾ ഗുജറാത്തിലുണ്ട്. അല്ലെങ്കിൽ മധ്യപ്രദേശിൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടി തെരുവ് പട്ടികൾ എന്തായാലും ഉണ്ട്. ഉത്തരാഖണ്ഡ് പോയാൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടി എന്തായാലും ഉണ്ട്. പക്ഷെ ആരെയും കടിക്കണത് നമ്മൾ കാണുന്നില്ല, കേൾക്കണില്ല. അതെന്താ കാരണം? എന്താ, അവർക്ക് പല്ലില്ലേ? അത് പട്ടിയല്ലേ? കാരണം എന്താ? രണ്ട് കാരണമാണ്. ഒന്ന്, ഇവിടത്തെ പട്ടികൾക്കൊക്കെ രക്തം, മാംസം തുടങ്ങിയവ ധാരാളം ലഭിക്കുകയാണ്, മൃഗാവശിഷ്ടങ്ങൾ. അതുകൊണ്ട് പച്ച മാംസവും രക്തവും കഴിച്ചവർ അവിടെ അതില്ല. ഇവിടെ മുക്കിന് അനധികൃത അറബുശാലകളാണ്. കോഴി ഇതിൻ്റെ പാർട്സ് മുഴുവൻ കിട്ടുന്നത് ഇവർക്കാണ്. 1. 2, ഗുജറാത്തിലായാലും മധ്യപ്രദേശിലായാലും ഉത്തരാഖണ്ഡിലായാലും സാധാരണക്കാരായ ജനങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പക്ഷിക്ക്, പട്ടിക്ക്, പശുവിന് കൊടുത്തിരിക്കും. ഒരു ചപ്പാത്തിയെങ്കിലും, ഒരു കഷ്ണമെങ്കിലും കൊടുത്തിട്ടേ മനുഷ്യൻ കഴിക്കൂ. പട്ടി, പക്ഷി, അതുപോലെ പശു, എന്നിട്ടേ കഴിക്കൂ. എത്ര ഒരു ബാജിയുടെ റൊട്ടി ഉള്ളു വെച്ചാലും ഒരു കഷ്ണം എടുത്ത് കൊടുക്കും, എന്നിട്ട് ബാക്കി മതി തനിക്ക്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇതൊന്നും പ്രാചീന കഥകളല്ല. അതുകൊണ്ട് അവിടെയുള്ള ജന്തുക്കളും അങ്ങനെയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? ഒന്ന് അടുത്തുകൂടെ വന്നാൽ മതി, കല്ലെടുക്കുക. കാരണം നമുക്കാണുള്ള അധികാരം അതിനെ കൊല്ലാൻ. അങ്ങനെ അവർ സംഘടിച്ച് തീരുമാനിക്കും, ഈ മനുഷ്യന്മാരെയൊക്കെ ഞങ്ങളങ്ങ് കടിക്കാം. എന്താ നമ്മൾ ചെയ്യുക? പറയും. ഒരു ജന്തുവിനും ഇരിക്കപ്പുറത്തില്ല മലയാളിയുടെ മുമ്പിൽ. അല്ലാത്ത അവസ്ഥയാണ്. ഒന്ന് സ്നേഹിച്ചൂടെ നമുക്ക്? അതാണ് ഭൂതയജ്ഞം. മനുഷ്യന് മാത്രം ജീവിച്ചാൽ മതി ഇവിടെ എന്നാ വിചാരിക്കണം. അത് സാധിക്കുമോ? അതാണോ നമ്മുടെ കാഴ്ചപ്പാട്? സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം. സഹയജ്ഞന്മാരാണ് നമ്മളൊക്കെ. ഒരു മൈക്രോബ് പോലും എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാട് വേണം. ശരി, ഇനി 5-മത്തെ പറയാം, മനുഷ്യയജ്ഞം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആരാ വിശന്നിരിക്കണമെന്നൊന്ന് ചുറ്റും നോക്കുക. എന്താ ഉള്ളത് വെച്ചാൽ സ്നേഹമായിട്ട് പങ്കുവയ്ക്കുക. വീട്ടിൽ വരുന്ന അതിഥികളെ ദൈവമായി പൂജിക്കുക. വീട്ടിൽ വരുന്ന അതിഥികളെ കഴിഞ്ഞ ദിവസം നമ്മൾ സാന്ദർഭികമായി പറയുകയുണ്ടായി, വിരുന്നിന് പോകണം, അതിഥികളാവണം. അതെ, ഇന്ന് ആരെങ്കിലും പോയോന്ന് അറിയില്ല. ഈ 7 ദിവസം പോകണ്ടാട്ടോ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതിഥികളെ പൂജിക്കുക. ദേവപൂജയ്ക്ക് വേണ്ട എല്ലാം വേണം. ആവാഹനം ഇല്ലേ? അത് ആവാഹനാണ് ആദ്യം. വരൂ കേട്ടോ, സന്തോഷം വന്നത്, വരൂ, ഇരിക്കുക. ആസന സമർപ്പയാമി.
അതിന് മുമ്പുണ്ട് പാദ്യം സമർപ്പയാമേ, വെള്ളം കാല് കഴുകിച്ചു. കാല് കഴുകിക്കേണ്ടവരാണെന്ന് വെച്ചാൽ കഴുകിക്കുക, അല്ലെങ്കിൽ വെള്ളം അവിടെ തയ്യാറ്, അമ്മർത്ത് വെള്ളം തയ്യാറ് വേണം. ആസനം സമർപ്പയാമി, ഇരിക്കും കേട്ടോ. അർഘ്യം സമർപ്പയാമി, കുറച്ച് വെള്ളം കുടിക്കുക. നൈവേദ്യം സമർപ്പയാമി, എന്താള്ളത് വെച്ചാൽ അത് വീതിച്ച് കൊടുക്കുക. ഇതിൽ കേമത്തരവും ഒന്നും വേണ്ട, എന്താള്ളത് വെച്ചാൽ അത് കൊടുക്കുക. അത് ഈ പലഹാരമൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കഴിക്കണതിനനുസരിച്ച് കൊടുത്താൽ മതി. അല്ലാണ്ട് എൻ്റെ അടുത്ത് കുറേ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതൊക്കെ പ്ലേറ്റിലിട്ടിട്ട് അയാൾ കഴിച്ചതിൻ്റെ ബാക്കി വീണ്ടും പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ട് അടുത്ത് വരുന്ന ആൾക്ക് ഉച്ഛിഷ്ടം കൊടുത്തിട്ട് അങ്ങനെ ഉച്ഛിഷ്ട ഭോജനം എന്നുള്ളൊരു പാപം നമ്മൾ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുകയാണ്, ഒരു ബിസ്ക്കറ്റ് കൊടുത്താൽ മതി, അത് കഴിച്ച് കഴിഞ്ഞാൽ അടുത്തിട്ട് കൊടുക്കുക. അല്ലാണ്ട് 10 എണ്ണം വെച്ചു, അയാൾ പോയി ബാക്കി 9 എണ്ണം ഭരണി തന്നെ വീണ്ടും വെച്ചു. അടുത്ത് കേശവൻ വന്നു, കേശവൻ എന്ത് ചെയ്തു, അതിൻ്റെ കൊടുത്തു. കേശവൻ പോയി, പിന്നെ രാഘവനാ വന്നു, അവന് കൊടുത്തു ബാക്കി. ഇങ്ങനെ എന്തിനാ ഉച്ഛിഷ്ടം വേറാക്ക് കൊടുക്കണം? ദയവ് ഇത് കൊടുക്കരുത്. ഒരു പ്ലേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കണം. ഇല്ലെങ്കിൽ ആദ്യം പറയണം, അത്ര ഞാൻ കഴിക്കില്ല, മാറ്റി വെച്ചോളൂ പറയണം. അതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കണം നമ്മൾ. പക്ഷെ ദേവനായിട്ട് പൂജിക്കുക. അപ്പോൾ മനുഷ്യയജ്ഞായി. ഇങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ ദിവസവും ചെയ്താൽ മാത്രമേ ഗൃഹസ്ഥാശ്രമിയാവൂ. അതുപോലെ നൈമിത്തിക കർമ്മങ്ങളുണ്ട്. ഇത് നിത്യകർമ്മങ്ങളാണ്. നൈമിത്തിക കർമ്മങ്ങളുണ്ട്. നൈമിത്തിക കർമ്മങ്ങളിൽ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള 16 സംസ്കാരങ്ങളുണ്ട്. ഗർഭാധാനം നേരത്തെ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞ് തേജസ്സും ഓജസ്സും ഉള്ള സന്താനം ഉണ്ടാവണേ, നല്ല ബുദ്ധിയുള്ള സന്താനം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടുകൂടി ഉള്ള സംസ്കാരങ്ങളാണ് പുംസവനവും സീമന്തോന്നയനും. അത് കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ ജാതകർമ്മമാണ്. പൊക്കിൾക്കൊടി ബന്ധം ഛേദിച്ച ഉടനെ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് ആ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പ്രണവം ഓതിക്കൊടുക്കണം. ഓം വേദോസി, നീ ജ്ഞാനമാണ്. പൊതുവേ ഈ അച്ഛന്മാർക്കേ കുട്ടികളോട് വലിയ സ്നേഹമൊക്കെ ഉണ്ടാവും, എന്നാലും പൊതുവെ ഒരു 2 മാസം വരെയൊന്നും അങ്ങനെ അച്ഛന്മാർ ലാളിക്കാറില്ല കുഞ്ഞുങ്ങളെ. ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും വിരോധം തോന്നരുതേ, ഒന്ന് സൈഡിലൊക്കെ നോക്കുക എന്നല്ലാണ്ട് ഒരു ഓമനത്തൊക്കെ വരണമെങ്കിൽ ഒരു 2 മാസമൊക്കെ കഴിയണം കുഞ്ഞിന്. അതുവരെ എന്തോ ഒരു സാധനം, അത്രയേ ഉള്ളൂ. അത് പറ്റില്ല. ജനിച്ച ഉടനെ ദേഹശുദ്ധി വരുത്തുന്നതിന് മുമ്പ് അച്ഛൻ്റെ കയ്യിലെടുക്കണം. എന്നിട്ട് ചെവിയിൽ ഓം വേദോസി, ആസത്ത് അല്ല, നീ ജ്ഞാനമാകുന്നു, മംഗളവാചിയായ പ്രണവത്തോടുകൂടി കുഞ്ഞിനെ സ്വീകരിക്കണം. ഇന്ന് പൊതുവെ ഹിന്ദുക്കൾ ചെയ്യാറില്ല. ആകെ ഇത് ചെയ്യണത് മുസ്ലിം സമൂഹം. അവർ കുഞ്ഞ് ജനിച്ച ഉടനെ ചെവിയിൽ തക്ബീർ മുഴക്കാറുണ്ട്. വലിയ പ്രാധാന്യം അതിന്. ഇതൊക്കെ ഇവിടെയുള്ള ആചാര, ചെയ്യാണ്ടായിട്ട് വേറുള്ളവർ എന്നപ്പോൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത സംസ്കാരത്തിലേക്ക് വരും. 11-ാം ദിവസം വേണമെങ്കിൽ കുഞ്ഞിന് പേരിടാം, ഇല്ലെങ്കിൽ 28-ാം ദിവസം ഇടാം. 28 പറഞ്ഞാൽ നക്ഷത്രമാസം പൂർത്തിയാവുന്ന അന്ന്. ഒരു പ്രാണനെ കുറയ്ക്കാൻ ഒരു 10 ദിവസം സാധാരണ പറയുക, അതുകൊണ്ടാണ് 11-ാം ദിവസം പേരിടാമെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും പേരിടാം. എന്നാൽ 3 മാസത്തിനും 4 മാസത്തിനും ഇടയ്ക്ക്, 3 മാസത്തിനും 4 മാസത്തിനും 2.5 മാസത്തിനും 3.5 മാസത്തിനും ഇടയ്ക്ക് ഉള്ള സമയത്ത് നിഷ്ക്രമണം വരും. കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സൂര്യനെ കാണിക്കുന്നു, ചന്ദ്രനെ കാണിക്കുന്നു, കോഴിയെ കാണിക്കുന്നു, കാക്കയെ കാണിക്കുന്നു, മരങ്ങൾ കാണിക്കുന്നു. അതിനതൊന്നും മനസ്സിലാവില്ല സ്വാമി എന്ന് വെറുതെ പറയരുത്. ഈ പ്രകൃതിയുമായി കുഞ്ഞിനെ ബന്ധപ്പെടുത്തുകയാണ്. അതിനുശേഷമേ കുഞ്ഞിനെ വെയിലത്തേക്കും വെളിച്ചത്തിലേക്കും കൊണ്ടുപോകാൻ പാടുള്ളൂ. അകത്തായിരിക്കണം കുഞ്ഞ്. നിഷ്ക്രമണ സംസ്കാരത്തോടു കൂടിയേ പുറത്തേക്കുള്ള
സഞ്ചാരം വേണ്ടു. ഇന്ന് ജനിച്ചതിൻ്റെ പിറ്റേന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ബാക്കിലിരുത്തും. എന്താവും ഈ കുഞ്ഞിൻ്റെ നട്ടെല്ലെന്ന് അറിയില്ല. വലിയ കഷ്ടമാണ്. സ്വയം ബാലൻസ് ചെയ്യാനുള്ള കഴിവാവുന്നവരെ എത്ര വയസ്സാവും? ഒരു 3-4 വയസ്സില്ലേ? അതുവരെ കുഞ്ഞിനെ മോട്ടോർ ബൈക്കിൻ്റെ ബാക്ക് കയറ്റരുതേ. ദയവ് ഇതൊരപേക്ഷയാണ്. നമുക്കോ നട്ടലില്ലാണ്ടായി, ഇനി അവർക്കും ഇല്ലാത്ത അവസ്ഥ വേണോ? നാമകരണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അർത്ഥമുള്ള പേരിടണം. അനർത്ഥമായിട്ടുള്ള പേരിടരുത്. നല്ല അർത്ഥമുള്ള പേര്. നമുക്ക് പേരിന് വല്ല പഞ്ഞമുണ്ടോ? ആലോചിച്ച് നോക്കൂ. ഓരോ കുട്ടികളുടെ പേര് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഇടക്കാലത്ത് വളരെ മോശമായിരുന്നു. കുറച്ചൊരു 10-30 കൊല്ലം മുമ്പൊക്കെ വളരെ മോശം പേരുകളായിരുന്നു കുട്ടികൾക്ക്. ഇപ്പോൾ നല്ല പേരുകളായിരുന്നു. അപ്പോൾ അത് രണ്ടാമതും തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ ചില പേരുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താ അത് സ്വാമി? ഇതിൻ്റെ അർത്ഥം ശിവൻ എന്നാണ്. ഏത് ഭാഷയിലാണ്? സംസ്കൃതത്തിലാണ്. സംസ്കൃതത്തിൽ അങ്ങനെ വാക്കില്ലല്ലോ. ആ ബുക്ക് കണ്ടതാണ് സ്വാമി. എന്തൊരു കഷ്ടം അതൊക്കെ. അനർത്ഥമായിട്ടുള്ള പേരിടുക. നമുക്ക് പേരിന് വല്ല പഞ്ഞമുണ്ടോയെന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് എത്ര ദൈവങ്ങളുണ്ട്? എത്ര ഉണ്ട്? കോടിക്കണക്കിനുണ്ട്. എല്ലാവർക്കും ഉണ്ട് സഹസ്രനാമം. കുറേ കൊല്ലം മുമ്പേ നമ്മൾ കോഴിക്കോട്ടൊരു ബുക്ക് സ്റ്റാളിൽ പോയതാണ്. അപ്പോൾ ഒരു പൂർണ്ണ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ട്. അങ്ങോട്ട് പോകും. ഞാൻ ഇതെന്താ അല്ല വ്യായാമമാണ്, എന്താ സംഭവം, എന്താ അമ്മ ചെയ്യുന്നത്? സ്വാമി അത് കുട്ടിയൊക്കെ പേരിട് ഉള്ള ഒരു പുസ്തകപ്പടം ഉണ്ടെന്ന് കേട്ടാൽ നോക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞത് ആ അളമാരിയിലുണ്ട്, അവിടെ ഞാൻ കണ്ടു. ഉടനെ അവരങ്ങോട്ട് പോയി ഓടി വന്നു. അവിടെ ഇല്ല സ്വാമി. ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞത്, അവിടെ ഉണ്ട്. എന്നാ സ്വാമി ഒന്ന് എടുത്തു തരുമോ? ഓ ഞാൻ എടുത്തു തരാം. പോയി ഒരു വിഷ്ണു സഹസ്രനാമം എടുത്തു കൊടുത്തു, ഒരു ലളിതാ സഹസ്രനാമം എടുത്തു കൊടുത്തു. ആൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ, പെൺകുട്ടിയാണെങ്കിൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ. എന്താ പ്രശ്നം? എന്താ കുഴപ്പം? ആലോചിച്ച് നോക്കൂ. സെലക്ട് ചെയ്യണം. എല്ലാ പേരൊന്നും ഇടരുതേ. മോളുടെ പേരെന്താ? പഞ്ചപ്രേതാസന സീന. വിഷമായി. അതുകൊണ്ടാണ് പറഞ്ഞ് സെലക്ട് ചെയ്യണം. എല്ലാം ഒന്നും ഇടരുത്. ചിന്തിക്കുക. ഇത്ര സമ്പന്നത നമുക്കുണ്ട്. പിന്നെ നമ്മൾ ഈ അർത്ഥമില്ലാത്ത പേര് കുട്ടിയെ കിട്ടണം എന്താ? നാളൊരു ഇഷ്ടം വരുന്നു ആശ്രമത്തിൽ കേട്ടോ, സത്യമായി പറയണത്. അല്ല കുട്ടൻ്റെ പേരെന്താ? യോഷിത്ത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെണ്ണ്. അപ്പം ആണാണ് ഇവൻ്റെ പേര് പെണ്ണ് എന്നാട്ടുള്ളത്. എന്തൊക്കെയാണെന്നറിയില്ല. അർത്ഥമുള്ള പേരിടുക. 6-ാം മാസത്തിൽ ചോറൂണ്. ഈ പേരിടലിനും ചോറൂണിനും ഒരു വിശേഷമുണ്ട്. പേരിടൽ 11-ാം ദിവസമായാലും കൊള്ളാം, 28-ാം ദിവസമായാലും കൊള്ളാം, ഇനി ചോറൂണിനായാലും കൊള്ളാം, ഒരു കൊല്ലത്തിന് മുമ്പ് എപ്പോഴായാലും കൊള്ളാം. ആ നാമകരണ സംസ്കാരത്തിനും അന്നപ്രാശത്തിനും ഒരു വിശേഷമുണ്ട്. എന്താ വിശേഷം വെച്ചാൽ ഗ്രാമത്തിലും കുടുംബത്തിലുമുള്ള വൃദ്ധന്മാരെ ക്ഷണിക്കണം. അവരെല്ലാം കുഞ്ഞിനെ അനുഗ്രഹിക്കണം, അവരെയൊക്കെ സന്തോഷിപ്പിക്കണം. നമുക്ക് എപ്പോഴാണ് നമ്മൾ സന്തോഷിക്കുക? എനിക്കിപ്പോൾ നിങ്ങൾ ഒരു 10 ഉറുപ്പ്യ തന്നോന്ന് വിചാരിച്ചോളൂ, ഞാൻ സന്തോഷിക്കുമോ? അത് 100 തന്നൂടായിരുന്നോ? 100 തന്നാലും ഞാൻ എന്താ ചിന്തിക്കുക? ഒരു 1000 തന്നൂടായിരുന്നോ? 2 ഗാന്ധി ഇല്ലേ? 1000 തന്നാൽ ഞാൻ ചിന്തിക്കും, ഞാൻ ചിദാനന്ദപുരസ്വാമിയൊക്കെ അല്ലേ, ഒരു 2000 തന്നൂടായിരുന്നോ? സന്തോഷിക്കില്ല. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ, നല്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുത്തു, സന്തോഷമായി, മതി കിട്ടുമോ? ഇല്ലേ? പറയില്ലേ? അപ്പോൾ മുതിർന്ന ആൾക്കാർ വൃദ്ധന്മാർക്കൊക്കെ നല്ല ഭക്ഷണം കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവരൊക്കെ അനുഗ്രഹിക്കണം കുഞ്ഞിനെ. നല്ല മേധാശക്തിയുള്ളതായി തീരട്ടെ, ദീർഘായുഷ്മാനായി തീരട്ടെ, അല്ലെങ്കിൽ ദീർഘായുഷ്മതിയായി തീരട്ടെ. എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ അനുഗ്രഹിക്കണം. അത് ശ്രദ്ധിക്കണേ. പിന്നെ 1 വയസ്സിന് ശേഷം 3 വയസ്സിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ശിരോരോമങ്ങൾ മുഴുവൻ വടിച്ചു കളയണം. ആ സന്ദർഭത്തിൽ കർണവേദവും ആവാം എന്നേ പറഞ്ഞിട്ടുള്ളേ. ഇന്നിപ്പോൾ നല്ലൊരു സുഖം കിട്ടുക. ഇപ്പം 2ാമതും കർണവേദമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ അടുത്ത് വന്ന് നോക്കിക്കോളൂ, ഇതിനില്ല. സത്യം പറയുക,
എന്താ കാരണം വെച്ചാൽ ഇതൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ അച്ഛനും അമ്മയൊക്കെ വലിയ പരിഷ്കാരം ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള ചിന്തയാണ് അവർക്കൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് അവർ കർണവേദമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ കാണുമ്പോൾ സുഖം. ഇന്നിപ്പോൾ കുട്ടികളുടെ 5ഉം 6ഉം ഒക്കെ തുളയാ കാണുന്ന കഴുത്ത്. എന്താ കഥ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ തലമുറ ചെയ്യാത്തതിനും കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷം. അത് എവിടേക്കാ കുത്തണ ഭഗവാനെ? ഒരിക്കലും കുത്താൻ പാടില്ലാത്ത സ്ഥലത്ത് വരെ കുത്തുന്നുണ്ട്. ഇവിടെ ഇന്നലെ ഒരു അമ്മ പറഞ്ഞു, സ്വാമി ഇവിടെ തുളയ്ക്കലുണ്ടെന്ന്. എനിക്ക് മനസ്സിലായി, എന്താ അത്? ഇത് തുളയ്ക്കാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം അത്. തുളയ്ക്കാനുള്ള സ്ഥലം അത്ര മാത്ര ഇവിടെയാണ് തുളയ്ക്കേണ്ടത്. ഇവിടെ തുളയ്ക്കാൻ പാടില്ല ഈ സാധനം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അതടക്കം തുളയ്ക്കേണ്ട അത്രേ. പ്രധാന മർമ്മണേ. ഈ ഭ്രാമരി പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ സ്പർശിച്ച് നേരെ എന്താ പറയേണ്ടത്, മസ്തിഷ്കവുമായി നേരെ ബന്ധപ്പെടുന്ന സ്ഥാനമാണ് ഇത്. ഇവിടെ തുളയ്ക്കരുതേ പരിഷ്കാരത്തിൻ്റെ പേരിൽ. തുളയ്ക്കാൻ എളുപ്പം കഴിയും, ഒറ്റ കുത്തു കുത്തിയാൽ മതി. പിന്നെ നേരെയാക്കണം എന്ന് പറഞ്ഞാൽ കഴിയില്ല. ഇതുപോലെ ഇന്ന് അതിമാരകമായൊരു അപകടമുണ്ട്. ദേഹം മുഴുവൻ ടാറ്റു ആണത്രേ. എന്താപ്പം ചെയ്യണത്? ഓം നമഃ ശിവായ. നിന്റെ മനസ്സിലുണ്ടാവട്ടെ. എന്നിട്ട് നമ്മുടെ മക്കൾ, യുവതികൾ അണ്ടർവെയർ അടക്കമല്ലാണ്ട് കടന്നു കൊടുത്തിട്ട് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തും ടാറ്റു കൂട്ടുന്നതുണ്ട് ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളിലും. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അസത്യം തോന്നുന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയി നോക്കിക്കോളൂ, ഉണ്ടോ ഇല്ലയോ. ശരീരം മുഴുവൻ ടാറ്റു കുത്തും. എന്താ സാധനം? അതിമാരകമാണ്. ഇന്ന് നമുക്ക് ഇല്ലാണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? പ്ലാസ്റ്റിക് സർജറി ചെയ്യണം, അല്ലാണ്ട് വഴിയൊന്നുമില്ല. ഇതൊക്കെ എന്ത് ശീലമെന്നറിയില്ല. അതിരിക്കട്ടെ. ഇതൊക്കെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമം തന്നെയാണ്. ഏതായാലും ശിരോരോമങ്ങളെല്ലാം പഠിച്ചു കളഞ്ഞു. 3 വയസ്സ് കഴിഞ്ഞ് ഒരു പഠനത്തിനുള്ള സ്ഥൈര്യമൊക്കെ ആയി തുടങ്ങിയെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ നട്ടപ്രാന്തിൻ്റെ ഒരു പ്രായം കഴിഞ്ഞാൽ ഉപനയന സംസ്കാരം. ഗായത്രി ഉപദേശിക്കുന്നു. ഇനി ഗായത്രി തന്നെ എല്ലാവർക്കും ഉപദേശിച്ചോളണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഒരു മന്ത്രം അനുഷ്ഠാനത്തിന് കുട്ടികൾക്ക് കൊടുക്കണം. അവർ ജപിക്കട്ടെ, അതിലൂടെ ഏകാഗ്രത കൈവരട്ടെ. വിദ്യാലയങ്ങളിലേക്ക് പോയി പഠിക്കുന്നതിന് മുമ്പ് ആ ഏകാഗ്രത സമ്പാദനം വേണം. എന്നാൽ 5 മിനിറ്റ് കൊണ്ട്, സാധാരണഗതിയിൽ 5 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും ഏകാഗ്രത ഉണ്ടെങ്കിൽ. കുറച്ച് പഠിച്ചാൽ മതി കുട്ടികൾക്ക്, ബാക്കിയൊക്കെ അവർക്ക് കളിക്കാം. കുറച്ചു നേരം പഠിച്ചാൽ മതി. ഈ ഒരു ഏകാഗ്രത സമ്പാദനം നടത്തിയാൽ പിന്നെ വിദ്യാലയത്തിൽ ചേർക്കുന്നു, പഠിക്കുന്നു. നേരത്തെ പറഞ്ഞ എന്തിന് ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും. അനന്തരം സമാവർത്തനമാണ്, തിരികെ പോരുന്നു, വിദ്യാലയത്തുന്നു. പഠിച്ചതെല്ലാം ജീവിതത്തിൽ അനുഷ്ഠിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടി വിവാഹ സംസ്കാരം ചെയ്യുന്നു ഉചിതമായ രീതിയിൽ. ഉചിതമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് 2 എണ്ണം ഉചിതമാണെന്ന് പറയാം. ഗാന്ധർവം, പ്രാജാപത്യം. അല്ലാതെയുള്ള 6 ഇന്നത്തെ കാലത്ത് ഉചിതമല്ല. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു 8 തരം വിവാഹം ഉണ്ടായിരുന്നു. സ്മൃതികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 8 തരം വിവാഹം. ഇന്നൊന്നും വേണ്ടാട്ടോ. ഇത് 2 എണ്ണമാവാം. ഗാന്ധർവം, സ്ത്രീയും പുരുഷനും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നത് നല്ലതാണ്. പ്രാജാപത്യം, മുതിർന്നവർ ആലോചിച്ച് നിശ്ചയിച്ച് നടത്തുന്നത്. ഏതായാലും ഉചിതമായ രീതിയിൽ വിവാഹ സംസ്കാരം ചെയ്ത് ഈ പറഞ്ഞതൊക്കെ പാലിച്ചുകൊണ്ട് അങ്ങനെ കഴിയുക. അങ്ങനെ കഴിയുമ്പോൾ വീട്ടിലൊരു കണ്ണാടി വെക്കണം, നിർബന്ധ. എന്തിനാ കണ്ണാടി? നര വരുന്നുണ്ടോ, ജര വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കാണാനാ. ഇന്ന് സ്വാമി എന്തൊക്കെ ടെക്നിക്ക് ഉണ്ടെന്ന് സ്വാമിക്ക് അറിയില്ല. ഒരിക്കലും നര വരില്ല. അത് പൂത്തി വെക്കണതല്ലേ, ഉള്ളിൽ വരുന്നുണ്ട് നമുക്കറിയില്ലേ. ക്യാൻസർ വന്നാൽ പോലും വന്നോട്ടെ, കറപ്പിക്കാതിരിക്കാൻ വയ്യാന്ന. കാലം വരുത്തുന്ന മാറ്റങ്ങളെ സ്വാഭാവികമായി സ്വീകരിക്കാനുള്ള സന്നദ്ധത വേണ്ടേ? ഇല്ലെങ്കിൽ പെട്ടെന്ന് കിടപ്പിലായിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നരച്ചാൽ വിഷമാവില്ലേ? അപ്പം നമുക്ക് മാനസികമായി ആഘാതം താങ്ങാൻ പറ്റില്ല. അതിനേക്കാൾ നല്ലത് സ്വാഭാവികമായ മാറ്റങ്ങളെ സ്വീകരിക്കുന്നതല്ലേ? അഭിപ്രായം ചോദിക്കുകയാണേ, അടിച്ചേൽപ്പിക്കലല്ലേ. എന്തിനാത് നോക്കണമെന്നറിയോ?
ഇതിനാ നോക്കണേ, യഥാ പശ്യേത് വലിയ ഫലിതമാത്മന, തൻ്റെ ജരാനരയൊക്കെ ബാധിച്ചു എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ അപത്യസ്യ അപത്യം യഥാ പശ്യേത് പുമാൻ, സന്താനത്തിന് സന്താനമുണ്ടായതായി എപ്പോൾ കാണുന്നുവോ അപ്പോൾ കഴിഞ്ഞു ഗൃഹസ്ഥാശ്രമകാലം എന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയിട്ട് മക്കളെ കല്യാണം കഴിപ്പിക്കാതിരിക്കരുതേ. അതിനായിട്ട് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോണ്ടി വരില്ല, അതുകൊണ്ട് വേണ്ട എന്നും പറഞ്ഞിരിക്കുക. അതൊക്കെ സമയത്തിന് നടക്കണം. തത്തോ വനമിയാതെന്നാ പണ്ട് പറയുക, കാട്ടിൽ പോയിക്കോളൂന്നാ. ഇന്നിപ്പോൾ കാട്ടിക്ക് പോയാൽ ഫോറസ്റ്റ് ഗാർഡുമാർ നമ്മളെ വെച്ചേക്കില്ല. അപ്പം കാട്ടിൽ പോകണമെന്നില്ല, എല്ലാത്തൊന്നും വിട്ടുമാറി സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാമല്ലോ. വീടിന് വേണ്ടി ഇനി പ്രവർത്തിക്കരുത്, ഒരു നായ പൈസ കുടുംബത്തിന് വേണ്ടി ഇനി ഉണ്ടാക്കരുത്. ഇനിയുള്ള കാലം നമുക്ക് അധ്വാനിക്കാൻ ശക്തിയുണ്ട് സ്വാമി, സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. എന്തെല്ലാം ഉണ്ട് ഹിന്ദു സമാജത്തിൽ, എന്തെല്ലാം സേവാപ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതം അതിനു വേണ്ടി സമർപ്പിക്കാം. നമുക്ക് എത്ര ആശ്രമങ്ങളുണ്ട്, എത്ര ക്ഷേത്രങ്ങളുണ്ട്, എന്തൊക്കെ സമൂഹത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും, എത്ര വിദ്യാലയങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിന് മുമ്പ് ഈ വിദ്യാലയത്തിൽ പോയിട്ടാണ് വന്നത്. അധിക നേരം ചിലവഴിക്കാൻ പറ്റിയില്ല, മാത്രമല്ല കുട്ടികളില്ലാത്ത സമയമായിരുന്നു. എങ്കിൽ തന്നെ വലിയ സന്തോഷം തോന്നി. കാരണം ഇവിടെ കുറേ മുതിർന്നവർ ഒത്തുചേർന്നിട്ടുണ്ട്. അവർ വിദ്യാലയത്തെക്കുറിച്ച് വളരെ താത്പര്യത്തോടു കൂടി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തിലൊക്കെ സേവാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. ഓരോ ഗ്രാമത്തിലും അനേക സേവാ കേന്ദ്രങ്ങൾ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഒരു വ്രതം ചെയ്യുക, ഔപചാരികമായിട്ട് ഒരു റിട്ടയർമെൻറ്റ് പ്രായമുണ്ടല്ലോ, അതുവരെ കുടുംബത്തിന് വേണ്ടി പണിയെടുത്തോളൂ. നിങ്ങൾ സമ്പാദിക്കുന്നത് കുടുംബത്തിനാവട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന നായ പൈസ മക്കൾക്ക് കൊടുക്കരുത്, കുടുംബത്തിന് കൊടുക്കരുത്, സമാജത്തിനായിരിക്കണം. അല്ലെങ്കിൽ മക്കൾക്ക് അധികം പൈസ കൊടുക്കണത് നല്ലതല്ല, സ്വത്ത് മക്കൾക്ക് കൊടുക്കണത് നല്ലതല്ല. ചിലർ വിചാരിക്കും ഇവൻ മഹാദുഷ്ടനാട്ടോ എന്ന്. ഒരു ദുഷ്ടത കൊണ്ടുമല്ല. ഈ പറയുന്നത് ദുഷ്ടത കൊണ്ടാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചു തരണം. പടർന്ന് പന്തലിച്ച മഹാവൃക്ഷത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളർന്നു വന്നത് കാണിച്ചു തരണം. കാണിച്ചു. പടർന്ന് പന്തലിച്ച മഹാവൃക്ഷത്തിൻ്റെ അടിയിൽ വലിയൊരു വൃക്ഷം വളരുമോ? ഇല്ല. മക്കൾക്ക് എപ്പോഴും സാമ്പത്തികവും സാമൂഹികവുമായ സംരക്ഷണം കൊടുത്താൽ അവർ വളരില്ല, അവർ കുരുമ്പിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം കൊടുക്കുക, അവർക്ക് സ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം കൊടുക്കുക. അല്ലാണ്ട് തണലായി നിൽക്കരുത്. സ്നേഹം ഉള്ളിൽ വെക്കുക, പുറത്ത് കാണിക്കണ്ട. ഒരു പ്രായം കഴിഞ്ഞാൽ പറയുമ്പം ചിലർക്ക് വിരോധം തോന്നിയ ഒരു വിരോധം അങ്ങോട്ടില്ല. അവർ വളരട്ടെ, പ്രതിസന്ധികളെ അതിജീവിച്ച് കരുത്തോടു കൂടി വളരട്ടെ. അപ്പം ഇനി നമ്മളെന്ത് ചെയ്യണം? ഈ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കൂ. എത്ര സേവാപ്രവർത്തനം നമ്മുടെ ഹിന്ദു സമാജത്തിൽ ആവശ്യമുണ്ട്, ഒരുപാട് ആവശ്യമുണ്ട്. ചിന്തിക്കുക, വേണ്ടത് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പിന്തിരിയൽ മൂടായല്ലോ. ഏകദേശം ഇപ്പോൾ ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക, പോകുമ്പോൾ സന്തോഷമായിട്ട് പോവുക. അങ്ങനെയല്ലേ വേണ്ടത്? അല്ലേ? എന്താ അഭിപ്രായം? അങ്ങനെയാണ് വേണ്ടേ. ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക, പോകുമ്പോൾ സന്തോഷമായിട്ട് പോവുക. അങ്ങനെ സാധിക്കണമെങ്കിൽ പതുക്കെ പിൻവലിയണം, പിന്തിരിയണം. അതിനുള്ള സമയമായിട്ടുവോ എന്നുള്ള ബോധം വേണം. അപ്പോൾ പിന്തിരിയുക. നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോകണമെന്ന് വെച്ചോളൂ, വാരി വലിച്ച് സാധനങ്ങൾ ഇട്ടിരിക്കുക, പോകാൻ അരമണിക്കൂറേ ഉള്ളൂ. എന്താ ചെയ്യുക? ആകെ വീട്ടിൽ ബഹളാവും. നേരെ മറിച്ച് ആദ്യം തന്നെ പെട്ടിയിൽ ഒക്കെ പാക്ക് ചെയ്ത് ഒക്കെ ഭദ്രമാക്കി, അത് വേണ്ട നാളത്തേക്ക് വേണ്ടത്, മറ്റന്നാളത്തേക്ക് വേണ്ടത്, ടിക്കറ്റ്, അത് ഇത് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചോളൂ. ഒന്നുമില്ല, പോകാൻ നേരത്തെ പെട്ടി എടുത്തിട്ട് പോയാൽ മതി. ചിലർ യാത്രയ്ക്ക് പോകണുണ്ട്, വീട്ടിൽ ബഹളാ ഭഗവാനെ, വലിയ ബഹളം. അതെവിടെ പോയി, മറ്റതെവിടെ പോയി, ബഹളം. എന്തിനതിൻ്റെ ആവശ്യം? ആദ്യം തയ്യാറായിക്കൂടെ? ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ, പ്രഭാഷണത്തിന് പോകുമ്പോൾ വളരെ സന്തോഷം തോന്നും. എന്താ വെച്ചാൽ നോട്ടീസിൽ നമ്മളെ പേര് തെറ്റായിട്ട് അടിച്ചു കാണും, സ്വാമി ചിത്താനന്ദപുരി എന്ന്.
കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ശരിയായ സന്യാസി ചിത്താനന്ദനാണ്. ചിതയിലും ആനന്ദിക്കുന്നവനാണ് ശരിയായ സന്യാസി. ഖേത്രി മഹാരാജാവ് വിവേകാനന്ദ സ്വാമികളോട് ചോദിച്ചു, സ്വാമിജി വാട്ട് ഈസ് സന്യാസ എന്ന്. സ്വാമിജി മറുപടി പറഞ്ഞു, സന്യാസ ഈസ് ദി പ്രിപ്പറേഷൻ ഫോർ ആക്സെപ്റ്റിംഗ് ഡെത്ത് വിത്ത് എ സ്മൈലിംഗ് ഫേസ്. ചിന്തിക്കുക. അതുകൊണ്ട് ആ ചിത്താനന്ദൻ എന്ന് കാണുമ്പോൾ സന്തോഷം. നമുക്കെല്ലാവർക്കും അത് വേണം. ഇരിക്കുമ്പോൾ സന്തോഷമായിട്ടിരിക്കുക, പോകുമ്പോൾ സന്തോഷമായിട്ട് പോവുക. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? കണ്ണുങ്ങൾ തുറന്നിട്ടുണ്ടാവും, എന്നിട്ട് ബാക്കിയുള്ളവർ ഞെക്കി അടയ്ക്കണം, വായ തുറന്നിട്ട് പിടിച്ച് കെട്ടണം, മൂക്കിൽ പഞ്ഞി വെക്കണം, കൈ രണ്ടും പിന്നെ എടുക്കാനുള്ള പോക്കാണ്. എടുക്കണം, അപ്പോഴും കെടാവട്ടെ എന്നിട്ട് കെട്ടുകയാണ്. പിന്നെയും നടക്കാനുള്ള ആഗ്രഹം, കാല് രണ്ടും ഇതൊന്നും ഇടവരണ്ട. സന്തോഷമായിട്ട് പോവുക, ഇരിക്കുക. അതിനുള്ള ട്രെയിനിങ്ങാണ്. മെല്ലെ പിൻവലിയ, ഉപാസനകളിലൂടെ തന്നിലേക്ക് ഒതുങ്ങുക. ബാക്കിയൊക്കെ മക്കൾ നോക്കട്ടേന്നേ, അവർ കൊണ്ടുപോട്ടേന്നേ. സ്വാമി സ്വത്ത് അവർ നശിപ്പിച്ചു കളയും, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇതൊക്കെ നീ ഉണ്ടാക്കിയതല്ലേ? എത്ര ലക്ഷം തലമുറകൾ കഴിഞ്ഞു ഇവിടെ. എൻ്റെത് നിൻ്റെതെന്നും പറഞ്ഞിട്ട് കൊടുവാളെടുത്തിട്ട് എത്ര വേലി കെട്ടി. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുണ്ട്, ദൈവം 2 പ്രാവശ്യം അത്ര ചിരിക്കുക. ദൈവം ചിരിക്കുക 2 പ്രാവശ്യം. ഒന്ന്, ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ രോഗമെല്ലാം ഞാൻ മാറ്റിത്തരാം, അപ്പോൾ ദൈവം ചിരിക്കും. മനസ്സിലായില്ലോ? വൈദ്യം പറയാണ് രോഗിയുടെ രോഗം മുഴുവൻ ഞാൻ മാറ്റിത്തരാം, അപ്പോഴാ ദൈവത്തിൻ്റെ ഒരു ചിരി. രണ്ടാമത്തെ ചിരി, പറമ്പിൻ്റെ നടുവ് കൂടെ വേലി കെട്ടിയിട്ട് സഹോദരങ്ങൾ ഇതെൻ്റെതാണെന്ന് ഇവനും ഇതെൻ്റെതാണെന്ന് ഇപ്പുറത്തും കൊടുവാളെടുത്ത് പറയുകയാണ്. അപ്പോഴും ദൈവം ചിരിക്കുന്ന. ചിന്തിച്ചു നോക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം. എത്ര ലക്ഷം തലമുറകൾ ഇവിടെ കഴിഞ്ഞു. ഇതാരുടേതാ? ധനം ആരുടേതാ? ഈ ധനമൊക്കെ നമ്മൾ ട്രസ്റ്റി ആയിട്ട് ഉപയോഗിക്കാനുള്ള അധികാരമേ നമുക്കുള്ളൂ. ട്രസ്റ്റിയാന്ന് ഓർമ്മിച്ച് ജീവിച്ചാൽ നല്ലത്. എന്നാൽ സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായിട്ട് പോവാം. സമയമായിട്ടോ ഞാൻ പോവാണ്, എനിക്കിവിടെ ഇരിക്കൊന്നും വേണ്ട. എന്താ ഇവിടെ പരിപാടി കഴിഞ്ഞാൽ അപ്പം പോയി, പിന്നെന്താ ഉള്ളത്? ചിന്തിക്കുക, അങ്ങനെ കഴിയുക. അപ്പം പിന്നെ സന്യാസം എല്ലാത്തിൽ നിന്നും വിട്ട് ആത്മാനുസന്ധാനത്തിൽ കഴിയുന്ന, പിന്നെ അന്ത്യേഷ്ടി. ഇതാണ് 16 സംസ്കാരങ്ങൾ. ഇങ്ങനെ നൈമിത്തിക കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം ഓരോ തലമുറയും ചെയ്യുമ്പോൾ അത് മാതൃകയായി മറ്റുള്ളവർ അനുവർത്തിക്കും. ഇത് മതിയോ? ഭൂത്യൈന പ്രമതിതവ്യം കുശലാന പ്രമതിതവ്യം എന്ന 2 വാക്യങ്ങൾ കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്താ ചെയ്യേണ്ടത്? കഠിനമായി അധ്വാനിക്കണം, ബുദ്ധിപൂർവ്വം അധ്വാനിക്കണം. ശ്രദ്ധിക്കണേ, ചെറിയ കുട്ടിയാവുമ്പം തന്നെ നല്ലോണം പഠിക്കട്ടോ മോനെ, പഠിച്ച് നല്ല ഉദ്യോഗസ്ഥനാവണേ. ഇതാ പറഞ്ഞു കൊടുക്കണത് അച്ഛനും അമ്മയും. കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. ഇത് ശമ്പളം വാങ്ങുന്നവനായാൽ മതിയോ? ശമ്പളം കൊടുക്കുന്നവനാവണ്ടേ? നല്ല കച്ചവടക്കാർ നമ്മളിൽ നിന്നുണ്ടാവണ്ടേ? ബിസിനസ്സുകാരുണ്ടാവണ്ടേ? വലിയ വലിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന വ്യവസായികൾ ഉണ്ടാവണ്ടേ? കൃഷിക്കാരുണ്ടാവണ്ടേ? വെറും ഉദ്യോഗസ്ഥന്മാരുണ്ടായാൽ മതിയോ? ഇതിനേക്കാൾ സങ്കടമാണ് ഒരു പെൺകുട്ടിയാ ജനിച്ചു വെച്ചാൽ, പറ്റിയ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാലേ സമാധാനമാവുള്ളൂ. എന്നാൽ പിന്നെന്താ ആൺകുട്ടി ജനിക്കുമ്പോൾ അങ്ങനെ പറയാത്ത? പറ്റിയ ഒരാളെടുത്ത് ഏൽപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്താ പറയാത്ത? എനിക്കറിയില്ല എന്താന്ന്. ഇതൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട കാലമായില്ലേ? പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, സമ്പന്നമായൊരു ജീവിതം സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കുക. ചെറുപ്പത്തിലേ അവർ ശ്രീരുദ്രൻ ജപിക്കട്ടെ. അപ്പം 300-ലധികം പ്രാർത്ഥനകൾ ശമകത്തിൽ തന്നെ ഉണ്ട്. ചമേ ചമേ ചമേന്ന്. എന്തൊക്കെയാ? എനിക്ക് സ്വർണം വേണം, എനിക്ക് വെള്ളി വേണം, എനിക്ക് പണം വേണം, എനിക്ക് ചെമ്മരിയാട് വേണം, എനിക്ക് കോലാട് വേണം, എനിക്ക് പശു വേണം, ആന വേണം, കുതിര വേണം.
മക്കൾ വേണം, മക്കൾ വേണം, പണം വേണം, അത് വേണം, ഇത് വേണം, എന്തൊക്കെ 300 ചില്ലാൻ ആഗ്രഹങ്ങളാണ്. അതിന് പകരം ഇപ്പോൾ ചില അമ്മമാർ അച്ഛന്മാർ പറഞ്ഞു ഈ പണമൊന്നും ആഗ്രഹിക്കണ്ടെന്ന് പറയുള്ളൂ. എന്ത് പണം ആഗ്രഹിക്കേണ്ട? പണമില്ലാണ്ട് കാര്യം നടക്കുക. ആഗ്രഹിക്കണം. ഗൃഹസ്ഥന്മാരാവേണ്ടവർക്ക്, സന്യാസിയാവേണ്ടവർക്കുള്ള ഉപദേശം കൊടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് ചുരുങ്ങിയത് ശ്രീരുദ്രെങ്കിലും അവരോട് പാരായണം ചെയ്യാൻ പറയുക. അപ്പോൾ ജീവിതത്തിൽ പലതും വേണം എന്നുള്ള സങ്കല്പം ഉണ്ടാവും. അവർക്ക് മന്ദന്മാരായി മടിയന്മാരായി അലയാൻ പറ്റില്ല. അവർ കഠിനമായി അധ്വാനിക്കും, കച്ചവടം തുടങ്ങും, വ്യവസായശാലകൾ തുടങ്ങും. ഒപ്പത്തിനൊപ്പം സംഗച്ഛധ്വം സംവദധ്വം എന്നുള്ള മഹാമന്ത്രം നൽകുക. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് പോകുവിൻ, ഒന്നിച്ച് നല്ലതിനെ പറയുവിനെന്ന് ഐക്യബോധം ഉണ്ടാവും. അതാണ് സംഘടന, സംസ്കാരം, സമ്പത്ത്, സന്താനം എന്നൊക്കെ പറഞ്ഞത്. ശ്രദ്ധിക്കുക. അങ്ങനെ ഐശ്വര്യം വേണം. ഒപ്പത്തിനൊപ്പം നമ്മളെ കുടുംബത്തെ രക്ഷിക്കാൻ നമുക്ക് കഴിയണം. അതാണ് കുശലാന്ന പ്രമദിതവ്യം. ഇത് നേരെ തിരിച്ച് ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണമാക്കി മാറ്റുക നമ്മുടെ മക്കളെ. ചിലർ കേൾക്കാറില്ലേ, നല്ല ആളാട്ടോ, വായി കൈയിട്ടോ കടിക്കില്ല സ്വാമി, അത്ര നല്ല സ്വഭാവ. കേൾക്കാറില്ല? ഈ വായി കൈയിട്ടാ കടിക്കാത്ത ആൾ നല്ല ആളാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് സമ്മതമല്ല. ഞാൻ പറയാവോ, ഒന്നിനും കൊള്ളാത്തവനാ. വായി കൈയിട്ടാ കടിക്കാത്തവനാവരുത്. സംശയമാണ്. നിങ്ങളാരെങ്കിലും എന്നിട്ട് വരൂ, വായി കൈയിടും, ഞാൻ കാണിച്ചാൽ എന്താ ചെയ്യുക? അപ്പം കടിക്കും. എന്നാലും എൻ്റെ സ്വാമി നിങ്ങൾ കടിക്കാൻ പാടുണ്ടോ? ഇവിടെ നിന്നെ ഉപദ്രവിക്കാണ്ട് മാറിയിരിക്കുന്ന എൻ്റെ വായിൽ കൈയിടാൻ നിന്നോടാര് പറഞ്ഞു? ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ. വലത്തെ കരണത്തടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം. അത്രേ കിട്ടും ഇടത്തും. അപ്പം എന്ത് ചെയ്യണം? വലത്തും കാണിച്ചു കൊടുക്കുക. അങ്ങനെ കണ്ടോനോട് തല്ലുകൊണ്ട് ചാവുക. അതാണോ വേണ്ടത്? ബലത്തേക്ക് കൈ ഓങ്ങുമ്പോൾ ഒരൊറ്റ നോട്ടം കൊണ്ട് അവൻ്റെ കൈ താഴ്ത്തിപ്പിക്കാനുള്ള കരുത്ത് കണ്ണിന് വേണം. കഴിഞ്ഞില്ലേ, തട്ടി മാറ്റാൻ കഴിയണം. കഴിഞ്ഞില്ലേ, വെട്ടി മാറ്റാൻ കഴിയണം. അതാണ് കരുത്ത്. അല്ലാണ്ട് കണ്ടോനോട് തല്ലും കൊണ്ട് ഒന്നിനും കൊള്ളായ്മേലായി അപ്പം വെട്ടിപ്പിടിക്കും. കച്ചവടം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ പാലക്കാട് നോക്കിക്കോളൂ. ഹിന്ദു സമാജത്തിനുണ്ടായിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ എത്രമാത്രം ക്ഷയിക്കുന്നു. ചിലപ്പോൾ ചില ഏരിയകൾ അതിന് അപവാദമായിരിക്കാം. മൊത്തത്തിൽ നോക്കൂ, കേരളത്തിൽ നോക്കൂ. എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം പറയരുത്, നമ്മുടെ കുറ്റമാണ്. വേണ്ടതുപോലെ സംരക്ഷിച്ച് വ്യവസായത്തിൽ മുന്നോട്ട് വരാതെ, കൃഷിയിൽ മുന്നോട്ട് വരാതെ, കച്ചവടത്തിൽ മുന്നോട്ട് വരാതെ, അതിനുള്ള തന്ത്രങ്ങൾ മനസ്സിലാക്കാതെ കഴിയുന്ന അധപ്പതനം അരുത്. ഏത് സമൂഹം സാമ്പത്തികമായി താഴേക്ക് പോകുന്ന അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. വിധേയരാകേണ്ടി വരും മറ്റുള്ളവർക്ക്, ഒരു സംശയമില്ല. അതുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഋഷി ഉപദേശിച്ചു. യയാ കയാച വിധയാ ബഹുവണ്ണം പ്രാപ്നുയാത്. വേദം പറഞ്ഞില്ലേ? തെറ്റിദ്ധരിച്ച മുഴുവൻ നമ്മളാ. വേദം പറഞ്ഞു തരേണ്ട ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ തെറ്റിദ്ധരിച്ചു. സ്വധർമ്മം വെടിഞ്ഞ് ആയുധം ഉപേക്ഷിച്ചവനെ ഉടനെ നമ്മൾ മഹാനായി ചിത്രീകരിച്ചു. അങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ അപ്പം തന്നെ രാജപദവി കൂടി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് മഹാൻ എന്ന് പറയാമായിരുന്നു. രാജപദവിയിൽ ഇരുന്നു കൊണ്ട് ആയുധം ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞവൻ രാഷ്ട്രത്തെ നശിപ്പിച്ചവനാണ്. ഇവിടേക്കാണ് നമ്മുടെ തിരിച്ചറിവുകളൊന്ന് മാറ്റിവെക്കേണ്ടത്. ചിന്തിക്കുക. അതുകൊണ്ട് ഈ മന്ത്രം രണ്ടും ഓർമ്മിക്കുക. കുശലാന്ന പ്രമദിതവ്യം, ഭൂത്യൈന പ്രമദിതവ്യം. അങ്ങനെ ഐശ്വര്യത്തോടുകൂടി കുടുംബത്തെ നിലനിർത്തി കുശലതയോടുകൂടി സ്വധർമ്മങ്ങളെ പാലിച്ച് നേരത്തെ പറഞ്ഞ പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി ഒപ്പത്തിനൊപ്പം നേരത്തെ പറഞ്ഞ കണ്ണാടിയും കൂടിയും വെച്ച് സമയമാവുമ്പോൾ റിട്ടയർ ചെയ്യാൻ സന്നദ്ധതയോടുകൂടി ഇരിക്കുമ്പോൾ സന്തോഷം, പോകുമ്പോൾ സന്തോഷം. അങ്ങനെ ആവണം. ഇത് തീർന്നില്ലെങ്കിലും സന്തോഷം വേണം കേട്ടോ. കുറേ കടലാസുണ്ട്, തീരില്ല എന്ന് ഉറപ്പ്.